പെട്ടെന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. അതിൽ നിങ്ങൾ അതിന്റെ സി പാർട്ട് എഴുതണ്ട, വേഗം എഴുതണം കേട്ടോ. സി പാർട്ട് എഴുതണം കേട്ടോ, സി പാർട്ട് എഴുതണ്ട. എ പാർട്ടും ബി പാർട്ടും എഴുതുക വേഗം. മക്കളെ ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? സി എഴുതണ്ട, ഫസ്റ്റ് ലെറ്റർ എഴുതുക. എഴുതി കഴിഞ്ഞെങ്കിൽ പറയണേ. ഇത് കഴിഞ്ഞോ? യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ ബോർഡ് എക്സാം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. സിമ്പിൾ ആണ്. ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 11 അല്ലെ? എക്സ് എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. ആ പ്രൈം നമ്പർ ലെസ് ദാൻ 11 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എ എന്താണെന്ന് എഴുതി നോക്കുകയാണ്. നമുക്കറിയാം 11 താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 2 വരും, 3 വരും, 5 വരും, 7 വരും ആണല്ലോ. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്താ മലയാളത്തിൽ എന്താ അഭാജ്യ സംഖ്യ എന്നൊക്കെ നിങ്ങൾ പറയില്ല. ദാറ്റ്സ് പ്രൈം നമ്പർ. അപ്പൊ 11 താഴെയുള്ള പ്രൈം നമ്പർ 2, 3, 5, 7 ആണ്. നിങ്ങൾ മറക്കാതിരിക്കേണ്ട കാര്യം 1 എന്ന് പറയുന്ന നമ്പർ എന്തല്ല, പ്രൈം നമ്പർ അല്ല. ഇതിനെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ടേമും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ മലയാളം മീഡിയം പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഒരു ടേമും കൂടെ പറഞ്ഞുതരാം. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യയാണ്. കോമ്പോസിറ്റ് നമ്പർ, കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. കോമ്പോസിറ്റ് നമ്പർ മനസ്സിലാക്കണം കേട്ടോ. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ which is not prime, which is not prime. അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്താ പറഞ്ഞിരിക്കുന്നത്? ലെറ്റ് എ ഈസ് ഈക്വൽ ടു, എ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, സച്ച് ദാറ്റ് എക്സ് ഇസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 11. 11 താഴെയുള്ള പ്രൈം നമ്പർ ആണ് എക്സ്. അതുകൊണ്ടാണ് നമ്മൾ എക്ക് പകരം 2, 3, 5, 7 കൊടുക്കുന്നത്. അവിടെ ഞാൻ പുതിയൊരു ടേം പറഞ്ഞത് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞൊരു ടേം മാത്സിലുണ്ട്. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രൈം അല്ലാത്ത മറ്റേ നമ്പേഴ്സിനെ ബാക്കി വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് നമ്പർ. ഇപ്പൊ 20 ഒരു പ്രൈം നമ്പർ അല്ല, 20 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. പ്രൈം നമ്പർ അല്ലാത്തത് എന്താണോ അത് നമുക്ക് എന്ത് വിളിക്കാം? കോമ്പോസിറ്റ് നമ്പർ എന്ന് വിളിക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ. അപ്പം ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി ഇസ് എൻ ഇന്റിജർ. ഇന്റിജർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇതും പറഞ്ഞ കുട്ടികൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറയാം. ഒന്നുമില്ല. ഇന്റിജർ എന്ന് പറഞ്ഞാൽ -3, -2, -0, 0, 1, 2, 3 ഇതാണ് ഇന്റിജേഴ്സ്. അതായത് നമ്മൾ സാധാരണ 1, 2, 3, 4, 0 കൗണ്ട് ചെയ്യാറില്ല, എണ്ണാറില്ലേ? 1, 2, 3 അവരുണ്ടാകും, 0 ഉണ്ടാകും. ഈ പറഞ്ഞ കൗണ്ടിങ് നമ്പേഴ്സിന്റെ ഒക്കെ നെഗറ്റീവ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഇന്റിജർ എന്ന് വിളിക്കുന്നത്. -3, -2, -1 അത് -∞ വരെ പോകും. പിന്നെ 0, 1, 2, 3 അതും ഇൻഫിനിറ്റി വരെ പോകും. അതിനെയാണ് നമ്മൾ ഇന്റിജർ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇത് മൂന്നും കൂടി ഉള്ളത് ഞാൻ മൂന്നും കൂടി, ഇത് മൊത്തം ഇതിനാണ് ഇന്റിജർ എന്ന് വിളിക്കുന്നത്. ഓക്കെ സർ. അതായത് ഇങ്ങനെ പോയിട്ട് -∞ ഇങ്ങനെ വന്നിട്ട് -3, -2, -1, 0, 1, 2, 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഈ ടോട്ടൽ കളക്ഷനെയാണ് നമ്മൾ ഇന്റിജർ എന്ന് വിളിക്കുന്നത്. ഇന്റിജർ. പ്രൈം നമ്പർ മനസ്സിലായല്ലോ?
കോമ്പസ് നമ്പർ മനസ്സിലായല്ലോ. ഇന്റിജർ ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇനി ചോദ്യത്തിലേക്ക് നോക്കിക്കേ. ചോദ്യത്തിൽ പറയുന്നത് എന്താ? എക്സ് ഇസ് എൻ ഇന്റിജർ സച്ച് ദാറ്റ്, എന്താണ് കണ്ടീഷൻ പറയൂ? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്നാണ്. എക്സ് 2-ന്റെയും 8-ന്റെയും ഇടയിലായിരിക്കണം. അതാണ് ഇതിന്റെ മീനിങ്. എക്സ് 2-ന്റെയും 8-ന്റെയും ഇടയിലായിരിക്കണം. പക്ഷെ 2-നെയും 8-നെയും നിങ്ങൾ ഉൾക്കൊള്ളിക്കുകയും വേണം. അതിനാണ് അവിടെ ഒരു ഈക്വൽ ടു കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഈ സിമ്പൽ നിങ്ങൾ വായിക്കേണ്ടത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. എന്താ വായിക്കേണ്ടത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വെച്ചാൽ കുറവ് അല്ലെങ്കിൽ ഈക്വൽ. അപ്പം എക്സ് നോക്കിക്കേ, എക്സ് എവിടെ കിടക്കുന്നത്? 8-ന്റെയും 2-ന്റെയും ഇടയിലാണ് കിടക്കുന്നത്. അവിടെ ഈക്വൽ ഉള്ളത് കൊണ്ട് ആ 2-ഉം 8-ഉം ഇൻക്ലൂഡിങ് ആയിരിക്കും. ഈ എക്സ് എന്ന് പറഞ്ഞത് എന്താണ്? ഒരു ഇന്റിജർ ആണ്. അപ്പൊ 2-ന്റെയും 8-ന്റെയും ഇടയിൽ 2-നെയും 8-നെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഒരു ഇന്റിജേഴ്സിന്റെ കളക്ഷൻ എഴുതുകയാണെങ്കിൽ 2, 3, 4, 5, 6, 7, 8 എഴുതി കൂടെ? മനസ്സിലാവുന്നു? ഒന്നാമത്തെ സെറ്റ് പ്രൈം നമ്പർ ലെസ് ദാൻ 11 ആണ്. 11ന്റെ താഴെയുള്ള പ്രൈം നമ്പർ 2, 3, 5, 7 ഞാൻ പറഞ്ഞു. രണ്ടാമത്തത് ഇന്റിജർ ആണ്. എങ്ങനത്തെ ഇന്റിജർ? 8-ന്റെയും 2-ന്റെയും ഇടയിൽ കിടക്കുന്ന 8-ഉം 2-ഉം ഉൾക്കൊള്ളുന്ന ഇന്റിജർ ആണ്. ഇനി ചിലപ്പോൾ നിങ്ങൾ മുന്നോട്ടൊക്കെ പഠിക്കുമ്പോൾ ഞാൻ തന്നെ നിങ്ങൾ പഠിപ്പിക്കും 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 8 ഇങ്ങനെ കാണാം. ഇവിടെ പക്ഷെ എന്തില്ല? 2-ഉം 8-ഉം എന്ത് ചെയ്യുന്നില്ല? ഉൾക്കൊള്ളുന്നുണ്ടോ? ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം എന്തില്ല? ഈക്വൽ ടു ഇല്ല. ഈക്വൽ ടു ഉണ്ടോ? ഇല്ല. അപ്പൊ 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 8 എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ എന്തില്ല? 2-ഉം 8-ഉം ഉൾക്കൊള്ളുന്നില്ല. അപ്പൊ ഇങ്ങനെയായിരുന്നുവെങ്കിൽ നിങ്ങളെ സെറ്റ് ഇന്റിജർ ആണെങ്കിൽ എന്തേ വരുള്ളൂ? 2 ഉണ്ടാവില്ല. ആരേ ഉണ്ടാവുള്ളൂ? 3, 4, 5, 6, 7 മതി. എന്താ കാരണം? 2-നെയും 8-നെയും ഉൾക്കൊള്ളിക്കാതെ 2-ന്റെയും 8-ന്റെയും ഇടയിലുള്ള ഇന്റിജേഴ്സിനെ കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ യു ക്യാൻ റൈറ്റ് 3, 4, 5, 6, 7. മനസ്സിലാവുന്നുണ്ടോ? സംശയം ചോദിക്കണേ. ബോർഡ് എക്സാം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ടേംസ് ഒക്കെ ചിലപ്പോൾ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അപ്പൊ ടേംസിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാം. പിന്നെ ഇംഗ്ലീഷിലാണ് എല്ലാം എന്നുള്ള, അല്ലെങ്കിൽ എല്ലാം ഫുള്ള് നോട്ടും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലാണെന്നുള്ളതിന്റെ പ്രശ്നമൊന്നും വേണ്ട. ഒക്കെ നിങ്ങൾ ഒരു 2-3 മാസം ആകുമ്പോഴേക്ക് ഓട്ടോമാറ്റിക്കലി ട്രാക്കിൽ കയറിക്കോളും. അതിനെക്കുറിച്ചൊന്നും ആരും ബോധർ ചെയ്യേണ്ട. പക്ഷെ നിങ്ങൾ അത് ട്രാക്കിൽ കയറുന്ന ഒരു ആഗ്രഹം മനസ്സിലുണ്ടായാൽ മതി, ഓട്ടോമാറ്റിക്കലി കയറിക്കോളും. അപ്പം സെറ്റ് എയും സെറ്റ് ബിയും ഞാൻ എഴുതി നോക്കിയാണോ? വേഗം പറ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെറ്റ് എ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എ പാർട്ട് എന്താ പറയൂ? എന്താ എ പാർട്ട്? റൈറ്റ് സി. സി നമ്മൾ എഴുതണം. സി എന്താ? എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ തന്നിട്ടുണ്ട് സി എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി ആണ്. എന്താണ് എ ഇന്റർസെക്ഷൻ ബി? എയും ബിയും ഇന്റർസെക്ട് ചെയ്യും. എന്താ മക്കളെ കിട്ടുക? 2 ഉണ്ട്. പറഞ്ഞോളേ. 3 ഉണ്ട്. ഇന്റർസെക്ഷനാ. അപ്പൊ 2, 3, 5, 7 അല്ലേ? Yeah, that is what is C. C is equal to A intersection B. രണ്ട് സെറ്റുകൾ തമ്മിൽ ഇന്റർസെക്ഷൻ എടുക്കാന്ന് പറയുമ്പോൾ രണ്ടിന്റെയും കോമൺ എടുക്കലല്ലേ? ഫസ്റ്റ് പാർട്ടിന്റെ ഉത്തരം വരുന്നത് എന്താണ്? C is equal to A intersection B, that is 2, 3, 5, 7. ക്ലിയർ ആണോ? വേഗം. ഡൗട്ട് ആർക്കെങ്കിലും ടേമുകളിലോ എന്തെങ്കിലും പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം നിങ്ങൾ ചോദിക്കാം. ഒന്നുകൂടെ പറയാം. നോ പ്രോബ്സ്.
ഒന്നുകൂടെ ഞാൻ പറയാം കേട്ടോ, ഒന്നുകൂടെ പറയുന്നത് ചോദിക്കുന്നുണ്ട്, സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഒറ്റ കൂടെ പറയാം കേട്ടോ, നോക്കണം എല്ലാവരും. മക്കളെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെറ്റ് എ എഴുതാനാണ്. സെറ്റ് എ എന്ന് പറഞ്ഞാൽ അതൊരു പ്രൈം നമ്പർ ആണ്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താ പറയാ 2, 3, 5, 7 എന്ന് പറയുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ അതിൽ വേറെ ഒരു നമ്പർ എന്ത് ചെയ്യരുത്, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്. ഇപ്പൊ 8 ഒരു പ്രൈം നമ്പർ അല്ല. കാരണം എന്താ, 8നെ നമുക്ക് 2 into 4 എന്ന് എഴുതാം. 9 ഒരു പ്രൈം നമ്പർ അല്ല, കാരണം 9നെ നമുക്ക് 3 into 3 എന്ന് എഴുതാം. പക്ഷേ 7 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് ഒരിക്കലും അങ്ങനെ എഴുതാൻ പറ്റില്ല. 7 നമുക്ക് ആകെ 1 into 7 എന്ന് എഴുതാൻ പറ്റുള്ളൂ. 5 നമുക്ക് ആകെ 1 into 5 എന്ന് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പം പ്രൈം നമ്പർ ലെസ് ദാൻ 11 എന്ന് പറയുമ്പം 2 വരും, 3 വരും, 5 വരും, 7 വരും. ഓക്കെ. ബി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് an integer which lies between എന്താ പറഞ്ഞിരിക്കുന്നത്, എക്സിന്റെയും x2ന്റെയും 8ന്റെയും ഇടയിലായിരിക്കണം. ആ എക്സിൽ എന്ത് ചെയ്യണം, 2ഉം 8ഉം ഇൻക്ലൂഡ് ചെയ്യണം. ഈ ഈക്വൽ ടു അർത്ഥമാക്കുന്നത് അതിൽ 2ഉം 8ഉം ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നാണ്. അപ്പൊ ബിയിൽ എന്താ വരിക, ബിയിൽ 2 വരും, 3 വരും, 4 വരും, 5 വരും, 6 വരും, 7 വരും, 8 വരും. ഇതാണ് എയും ബിയും. ചോദ്യത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ ഇന്റർസെക്ഷൻ ബി കാണാനാണ്. സി എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി എന്നാണ് അർത്ഥം. നമുക്കറിയാം രണ്ട് സെറ്റുകളെ തമ്മിൽ നമ്മൾ ഇന്റർസെക്ഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ രണ്ടിന്റെയും കോമൺ കളക്ട് ചെയ്താൽ മതി. രണ്ടിലും 2 കോമൺ ആണ്, രണ്ടിലും 3 കോമൺ ആണ്, രണ്ടിലും 5 കോമൺ ആണ്, രണ്ടിലും 7 കോമൺ ആണ്. മനസ്സിലാവുന്നുണ്ടോ? സോ 2, 3, 5, 7 is your C. C is equal to A intersection B. Clear ആണോടോ? മക്കളെ ചോദിച്ചാൽ ഓക്കെ ആണോ? ചോദിച്ചാളോട് ഞാൻ പറയാം ഓക്കെ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോടോ? ഓക്കെ ഫൈൻ. ഇനി അതില് all of you listen here. രണ്ടാമത്തെ ചോദ്യം എന്താ, ബി പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? ബി, find the number of subset of C which has 3 elements. ബി പറയുന്നത് ഒരു സെറ്റില് സിയില് 3 എലമെന്റ്സ്. ഒരു മിനിറ്റ്. അതൊരു കാര്യം നിങ്ങൾ ചെയ്യണേ. ബി പാർട്ട് ഉണ്ടല്ലോ, തൽക്കാലം ബി പാർട്ട് നമുക്കിപ്പോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അവിടെ എഴുതി വെക്കുക പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. ഈ ചാപ്റ്റർ അറിയണം നമുക്ക്, എന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ എ പാർട്ട് മാത്രമേ നമ്മൾ ഇപ്പൊ പഠിച്ച കൺസെപ്റ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബി, അപ്പൊ ഇതിന്റെ ഒരു ട്രാപ്പ് നിങ്ങൾ നോക്കണേ. ഓൾ ഓഫ് യു ലിസൺ ഹിയർ. ഇവിടെ 3 ചോദ്യം. നിങ്ങളോട് ഞാൻ സി എഴുതണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം സി പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം, അത് വേറെ ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചോദ്യം പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് വേറെ 2 ചാപ്റ്ററും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ 3 ചാപ്റ്ററിനെ കുറിച്ചും കറക്റ്റ് വ്യക്തമായിട്ട് അറിവുണ്ടെങ്കിൽ മാത്രമേ ഈ 3 മാർക്കും കൊണ്ട് പോരുള്ളൂ. മനസ്സിലാവുണ്ടല്ലോ? തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എ പാർട്ട് മാത്രം ചെയ്താൽ മതി. ഈ ബി പാർട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാൻ ക്വസ്റ്റ്യൻ ആയിട്ട് കുഴപ്പമില്ല. പക്ഷെ അത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കണം, ഞാൻ അപ്പൊ പറഞ്ഞുതരാം. ഇത് സി ഞാൻ എഴുതണ്ടെന്ന് പറയാനുള്ള കാരണം സി എന്താ പറയൂ, പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നതാണ്. സോ നമുക്ക് അത് അവിടെ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം മക്കള് എയും ബിയും, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന സി കണ്ടുപിടിച്ചത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ അല്ലേ? അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഞാൻ നോക്കുമ്പോ, രണ്ടാമത്തെ ചോദ്യം ഇഫ് എ ആൻഡ് ബി ആർ ഈവൻ സച്ച് ദാറ്റ് പി ഓഫ് എ ഉണ്ട് പ്രോബബിലിറ്റി, പി ഓഫ് ബി പ്രോബബിലിറ്റി ഉണ്ട്, പ്രോബബിലിറ്റി ചാപ്റ്ററാ. അപ്പൊ 2 നിങ്ങൾ ചെയ്യണ്ട. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പ്രോബബിലിറ്റിയും സെറ്റും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ പ്രോബബിലിറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യന് സെറ്റിലാണെങ്കിലും ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന പ്രോബബിലിറ്റി എന്നാണ്. ഓക്കെ. കാരണം ഇത് നമ്മൾ പഠിച്ച ഇവന്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ പോട്ടെ, രണ്ടാമതും വേണ്ട. 3 നമുക്ക് ചെയ്യാം. 3 ചെയ്തോട്ടെ?
സാറ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ബി ഇല്ലേ ബിയോ? സാർ ആ, അത് നമ്മൾ 2 തന്നെ പഠിച്ചില്ല, അത് വെച്ച് ചെയ്യാൻ പറ്റൂല. ഓഫ് സി എന്നാണ്. ഓക്കെ സിയിൽ എത്ര എലമെന്റ് ഉണ്ട്? നിങ്ങൾക്ക് എന്താ സി കിട്ടിയ ചെയ്തപ്പോ? 2 3 5 7 അല്ല സി കിട്ടിയാണോ? 7 ആണ്. ഇതിൽ എത്ര എലമെന്റ് ഉണ്ട്? 4 എലമെന്റ് ഉണ്ട് അല്ലെ? അത് പക്ഷേ എത്ര സബ്സെറ്റിൽ എത്ര എലമെന്റ് പാടുള്ളൂ? 3. അതുകൊണ്ടാണ് ഞാൻ ആ ചാപ്റ്ററിലേക്ക് വിട്ടത് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ചെയ്തൊക്കെ നോക്കി ചെയ്യാം. പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ 2 3 5 7 3 എലമെന്റ്സിലെ സബ്സെറ്റുകൾ എഴുതി ചെയ്തൊക്കെ നോക്കാം. പക്ഷെ അത് എപ്പോഴും നടക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പം ഈ സി എന്ന് പറയുന്നത് എല്ലാവരും നോക്കണേ, 1 2 3 4 5 6 7 വരെ ഞാൻ തന്നാൽ നിങ്ങൾക്ക് ഇതേപോലെ 3 എലമെന്റ്സ് ഉള്ളതിനെ ഇന്ന് എഴുതാൻ തീരുവോ? ഇല്ല. അപ്പൊ അത് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസിലും മെത്തേഡ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം സെറ്റ് ഉപയോഗിച്ചത് ബി ചെയ്യാത്തത്. സോ ബി തൽക്കാലം നിങ്ങൾ ചെയ്യണ്ട. ഓക്കെ, 3 ആയതുകൊണ്ട് അത് ചുമ്മാ ഫൈൻഡ് നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് സി എന്ന് മാത്രമേ ഉള്ളൂ ആയിരുന്നുവെങ്കിൽ നീ ചോദിച്ചതുപോലെ ഇതില്ല, ഇറ്റ് ഹാസ് 3 എലമെന്റ്സ് എന്നില്ല, ഫൈൻഡ് നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് സി ആയിരുന്നു നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. 4 എലമെന്റ് ആണുള്ളത്, 2⁴ = 16 എന്ന് എഴുതാമായിരുന്നു. മനസ്സിലായുണ്ടോ? ഓക്കെ ഫൈൻ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം വേഗം 3 ചെയ്യാലോ? 3 ഞാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്റെ കൂടെ ചെയ്യാം. 3 എ യൂണിയൻ ബി കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് എ യൂണിയൻ ബി? എ 2 3 4 5 ആണ്, ബി 4 5 6 7 ആണ്. എ യൂണിയൻ ബി എഴുതാൻ പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ പറയൂ? എയിലെയും ബിയിലെയും മുഴുവൻ എലമെന്റ്സിനെയും കളക്ട് ചെയ്യണ്ടേ? 2 3 4 5 6 7. പുതിയ കുട്ടികൾക്കൊക്കെ യൂണിയൻ എടുക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ അവരോട് പറയാണ്, മക്കളെ 2 സെറ്റുകൾ തന്നിട്ട് ഈ ഒരു ഇത് വായിക്കേണ്ടത് എ യൂണിയൻ ബി എന്നാണ്, യൂണിയൻ എന്നാണ് വായിക്കേണ്ടത്. എ യൂണിയൻ ബി കാണാൻ പറഞ്ഞാല് ഈ എ എന്ന് പറയുന്ന സെറ്റിലെയും ബി എന്ന് പറയുന്ന സെറ്റിലെയും മുഴുവൻ എലമെന്റ്സുകളെയും എഴുതണം. റെപ്പിറ്റേഷൻ പാടില്ല. അതായത് ഇവിടെയും 4 5 ഉണ്ട്, ഇവിടെയും 4 5 ഉണ്ട്. പക്ഷെ എഴുതുമ്പോൾ എത്ര 4 5 മതി? ഒരൊറ്റ 4 5 എഴുതിയാൽ മതി, റിപ്പീറ്റ് ചെയ്യരുത്. ദാറ്റ് ഈസ് എ യൂണിയൻ ബി. എ ഇന്റർസെക്ഷൻ ബി ആണ് അടുത്തത് കാണേണ്ടത്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ടിലും കോമൺ ആയിട്ടുള്ള ആള്, എയിലും ബിയിലും കോമൺ എന്താ പറയൂ? 4 and 5. അപ്പൊ ബി ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞോ? ഓക്കെ ഫൈൻ. രണ്ടാമത്തെ കാര്യം പറയട്ടെ? ബി പാർട്ട് ക്വസ്റ്റ്യൻ എഴുതിയില്ലേ? ക്വസ്റ്റ്യൻ എഴുതിയായിരുന്നോ? ബി പാർട്ട് ചെയ്യുമ്പോ ഒരു കൺസെപ്റ്റ് മക്കളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കിട്ടെ, നിങ്ങൾക്ക് ആവശ്യം വരും, ഉപകാരപ്പെടും. ഇന്റർവെൽസ്. ഇത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഉത്തരം തന്നാൽ മതി. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു തന്നതിന് ശേഷം നിങ്ങൾ പറയും ഓട്ടോമാറ്റിക്കലി ഏതാണ് ഓപ്ഷൻ എന്ന്. അപ്പൊ ഇന്റർവെൽസിൽ 4 കേസ് നമുക്ക് 4 കേസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് ക്ലോസ്ഡ് എ കോമ ബി. എന്താണ് പറയൂ? ക്ലോസ്ഡ് എ കോമ ബി എന്ന് പറഞ്ഞ അതിന്റെ മീനിങ് ഫ്രം എ ടു ബി. എവിടുന്ന് എങ്ങോട്ടാ? ഫ്രം എ ടു ബി. എ ആൻഡ് ബി is included. പക്ഷെ അതിൽ എന്തുണ്ടാവും പറയൂ? എന്തുണ്ടാവും പറയൂ? എയും ബിയും ഇൻക്ലൂഡഡ് ആയിരിക്കും. എയിൽ നിന്ന് ബിയിലേക്കാണ് പോകുന്നതെങ്കിലും അതിൽ എയും ബിയും ഇൻക്ലൂഡഡ് ആയിരിക്കും. നമ്മൾ അതിനെ നേരത്തെ എഴുതിയതുപോലെ എഴുതുകയാണെങ്കിൽ മക്കളെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? നോക്ക്, ഇതും അതേ മീനിങ് തന്നെയല്ലേ? ആണോ? നമ്മൾ ഇവിടെ പറഞ്ഞപ്പോ എന്താ പറഞ്ഞ? 2 മുതൽ 8 വരെ 2ഉം 8ഉം ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എ മുതൽ ബി വരെ ബോത്ത് എ ആൻഡ് ബി ഇൻക്ലൂഡഡ് അല്ലേ? ആണോ? അതിൽ ഇതാണ് അതിന്റെ ഇന്റർവൽ നൊട്ടേഷൻ. ക്ലോസ്ഡ്
ക്ലോസ്ഡ് ബ്രാക്കറ്റ് എ കോമ ബി എന്ന് പറഞ്ഞാൽ എ മുതൽ ബി വരെ എടുക്കണം, അതിൽ എയും ബിയും ഇൻക്ലൂഡഡ് ആണ്. എക്സാമ്പിൾ ഞാൻ പറയുമ്പോ ഒരാളിപ്പോ നമ്മളോട് 2,3 ഇന്റർവൽ എന്ന് പറഞ്ഞ അതിന്റെ മീനിങ് എന്താ? എന്താ അതിന്റെ മീനിങ്? 2 മുതൽ പറയൂ. 2 മുതൽ 3 വരെ. 2 മുതൽ 3 വരെ. അതിൽ 2ഉം 3ഉം എന്താണ്? ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഒന്നാമത്തെ ഇന്റർവെല് ക്ലോസ്ഡ് എ കോമ ബി ആണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒറ്റ കാര്യം, ഒരു മിനിറ്റ്. ആ ഒരു ഡെഫിനിഷൻ വെച്ചിട്ട് മക്കള് ഇവിടേക്ക് വന്നേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ കാണുന്നില്ലേ? 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നല്ലേ? ആണോ? പറഞ്ഞ കാറ്റഗറി ആണോ? ഇപ്പൊ ഞാൻ പറഞ്ഞ ടൈപ്പ് ആണോ? നോ സർ. അപ്പൊ മൂന്നാമത്തേനായിട്ട് വെട്ടിക്കൂടെ? കാരണം 3 ക്ലോസ്ഡ് ടു 4 അല്ലേ? ക്ലോസ് ടു 4 ആകണമെങ്കിൽ ഇവിടെയും ഒരു ഈക്വൽ ടു വേണ്ടായിരുന്നോ? അവിടെ ഈക്വൽ ടു ഇല്ലല്ലോ. നോ സർ. അപ്പം 3 അല്ല, 3 നമുക്ക് കളയാം. ഓക്കെ ആണോ? ഒന്നാമത്തെ ടൈപ്പ് ക്ലോസ്ഡ് എ കോമ ബി ആണ്. ക്ലോസ്ഡ് എ കോമ ബി എന്ന് പറയുമ്പോ എക്കും ബിക്കും ഇടയിലുമായിരിക്കണം, എയും ബിയും ഇൻക്ലൂഡിംഗും ആയിരിക്കണം. സോ ഈ സിമ്പിൾ ശ്രദ്ധിക്കുക. ഓക്കെ ആണോ? ഫൈൻ. ഒന്നുകൂടെ പറയണോ? എടാ നമ്മള് എ കോമ ബി ക്ലോസ്ഡ് എന്ന് എഴുതിയ അതിന്റെ അർത്ഥം എ മുതൽ ബി വരെ എന്നാണ്. ഫ്രം എ ടു ബി. അതിൽ എയും ബിയും ഉൾക്കൊള്ളും. എനെ എടുക്കണം, ബിനെയും അതിൽ എടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതേ സംഭവം നമ്മൾ ഇതാ ഇങ്ങനെ നമുക്ക് എഴുതാം. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാലും അതിന്റെ മീനിങ് എന്ത് തന്നെയാണ്? ഫ്രം എ ടു ബി ആണ്, എയും ബിയും ഇൻക്ലൂഡ്. രണ്ടും സെയിം മീനിങ് ആണ്. ഒന്ന് ഈ രീതിയിൽ ഇൻഇക്വാലിറ്റി സിമ്പിൾ ഉപയോഗിച്ച് എഴുതുന്നു, ഒന്ന് ഇന്റർവെൽ ഉപയോഗിച്ച് എഴുതുന്നു. രണ്ടിന്റെയും മീനിങ് സെയിം ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എക്സാമ്പിൾ 2,3 എന്ന് പറഞ്ഞ അതിന്റെ എക്സാമ്പിള് 2 മുതൽ 3 വരെ ബോത്ത് 2 ആൻഡ് 3 ആർ ഇൻക്ലൂഡഡ്. 2 മുതൽ 3 വരെ എടുക്കണം, പക്ഷെ 2ഉം 3ഉം അവിടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ. സംശയം ഉണ്ടോ? സാർ ആ ബ്രാക്കറ്റ് ആണോ ഇന്റർവെൽ എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ ബ്രാക്കറ്റ്. യെസ്. ഓക്കെ ഓക്കെ. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ഇന്റർവെല് കഴിഞ്ഞു. രണ്ടാമത്തെ ഇന്റർവെല്. ഒന്നാമത്തെ ഇന്റർവെല് നമ്മൾ പറയാ നോർമലി ക്ലോസ്ഡ് എ കോമ ബി എന്നാട്ടോ. അവിടെ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഈ എ കോമ ബി എന്ന് പറയുന്ന ഈ ഒരു റെക്ടാംഗുലർ ബ്രാക്കറ്റ് ഉണ്ടായിരുന്നല്ലോ, നമ്മൾ അതിനെ വിളിക്കുക ക്ലോസ്ഡ് എ ആൻഡ് ക്ലോസ്ഡ് ബി. കാരണം എയും ബിയും അതിൽ ഇൻക്ലൂഡിംഗ് ആണ്. അതാണ് ക്ലോസ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സംശയം ഉണ്ടോ? രണ്ടാമതായിട്ട് നമ്മള് ബ്രാക്കറ്റിന്റെ രീതി മാറ്റി. നേരത്തെ നമ്മൾ ഈ റെക്ടാംഗിൾ ടൈപ്പ് ആണെങ്കിൽ ഇവിടെ സാധാ ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ നോർമലി വായിക്കേണ്ടത് ഓപ്പൺ എ ആൻഡ് ഓപ്പൺ ബി. എന്താണ് ഓപ്പൺ എ ആൻഡ് ഓപ്പൺ ബി? ഓപ്പൺ എ ആൻഡ് ഓപ്പൺ ബി എന്ന് പറയുമ്പോൾ ഇതിന്റെയും മീനിങ്, ഈ ഇന്റർവെലിന്റെ മീനിങ് എന്താണോ പറയൂ? ഫ്രം എ ടു ബി ആണ്. ബട്ട് എ ആൻഡ് ബി ആർ പറയൂ നോട്ട് ഇൻക്ലൂഡഡ്. ഇൻക്ലൂഡ് ആവൂല. അതിനെ നമ്മള് ഇൻഇക്വാലിറ്റി ഫോമിൽ എഴുതുകയാണെങ്കിൽ, നേരത്തെ ഇതുപോലെ എഴുതുകയാണെങ്കിൽ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്ന് മതി. എന്ത് വേണ്ട? ഈക്വൽ ടു വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? ഇൻക്ലൂഡിങ് അല്ല. എയും ബിയും ഇൻക്ലൂഡിങ് അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് വേണ്ട? ഇവിടെ ഈക്വൽ ടു വേണ്ട. നേരത്തെ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഓപ്പൺ എ കോമ ബി എന്ന് പറഞ്ഞാൽ എ മുതൽ ബി വരെ എടുക്കണം. എ മുതൽ, ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കാം, എ മുതൽ ബി വരെ എടുക്കണം. എ മുതൽ ബി വരെയുള്ള മുഴുവൻ ആൾക്കാരെയും ചൂസ് ചെയ്യണം. പക്ഷേ എയും ബിയും ഇൻക്ലൂഡിംഗ് അല്ല. നമുക്ക് ഈ ഒരു ഇന്റർവെല്ലിനെ ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. രണ്ടിന്റെയും മീനിങ് സെയിം ആണ്. അപ്പൊ എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ, ഒരാളിപ്പോ -1,2 ഓപ്പൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കുക? പറയൂ, എന്താ മനസ്സിലാക്കുക?
-1 മുതൽ -1 മുതൽ 2 വരെയുള്ള മുഴുവൻ ആൾക്കാരുമുണ്ട്. ആരില്ല? -1 ഇല്ല. to 2. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ഫൈൻ. നോട്ട് ചെയ്യണേ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യോ? ക്വസ്റ്റ്യന് ഇല്ലല്ല, ചെയ്തില്ല. നമ്മൾ അതിലേക്ക് വേണ്ട 1-2 പോയിന്റ്സ് പറയാണ്. 4 കേസ് ഞാൻ പറയും കേട്ടോ. 4 കേസ് ഞാൻ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിനക്ക് പറയാൻ പറ്റണം ഏതാണ് ഓപ്ഷൻ കേട്ടാ. സെക്കൻഡ് ഒന്നുകൂടി പറയോ? സെക്കൻഡ് എന്ന് പറഞ്ഞ കുട്ടി ഓപ്പൺ A, B ആണ്. കാണുന്നുണ്ടോ? ഓപ്പൺ A, B എന്ന് പറഞ്ഞാല് A മുതൽ B വരെ, A എന്ന് തുടങ്ങി B വരെ പോകണം. പക്ഷെ ഇവിടെ ഓപ്പൺ ആണ്. അതായത് നേരത്തെ പോലെ റെക്ടാംഗിൾ അല്ല, ഓപ്പൺ ആണ്. ഓപ്പൺ എന്ന് പറഞ്ഞാല് ഇവിടെ ഓപ്പൺ ഉണ്ട്, A ഇൻക്ലൂഡിങ് അല്ല. ഈ ബിയുടെ ഭാഗത്തും ഓപ്പൺ ആണ്, B ഇൻക്ലൂഡിങ് അല്ല. അപ്പൊ A മുതൽ B വരെ, നേരത്തെ പറഞ്ഞത് A മുതൽ B വരെ ബോത്ത് A ആൻഡ് B ആർ ഇൻക്ലൂഡഡ് എന്നായിരുന്നു. ഇവിടെ A മുതൽ B വരെയാണ്, പക്ഷെ എയും ബിയും എന്ത് ചെയ്യുന്നില്ല? ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതിനെ നമ്മൾ മാത്തമെറ്റിക്കലി വേറെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? A ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ഇതിന്റെ അർത്ഥം എന്ത് തന്നെയാ? എക്സ് കിടക്കുന്നത് എക്കും ബിക്കും ഇടയിലാണ്, അല്ലെ? അല്ലെങ്കിൽ എക്സ് A മുതൽ B വരെയാണ്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? എയും ബിയും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. എക്സാമ്പിൾ -1, 2 എന്ന് പറയുമ്പോ ഓപ്പൺ ഇന്റർവൽ -1, 2 എന്ന് പറയുമ്പോൾ -1 മുതൽ 2 വരെ, പക്ഷെ -1ഉം 2ഉം ഇൻക്ലൂഡിങ് അല്ല. മനസ്സിലാവുന്നുണ്ടോ? That's it. വേഗം അടുത്തത് പറയട്ടെ. മൂന്നാമത്തെ പറയട്ടെ. ഇത് എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ഇവിടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എക്സ്ട്രാ ആയിട്ട് പറയുന്നത്. ഓക്കെ ആണോ? മൂന്നാമത്തിലേക്ക് ഞാൻ പോട്ടെ. മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോട്ടെ. ഫൈൻ. നോക്കണം. മൂന്നാമത്തേല് 3 എന്താണ് 3 പറയുന്നത്? 3 ഞാൻ പറയാൻ പോണത് ഓപ്പൺ A, ക്ലോസ്ഡ് B. അപ്പൊ ഓപ്പൺ A ആൻഡ് എന്താ? ക്ലോസ്ഡ് B. എന്തായിരിക്കും മീനിങ്? നിങ്ങൾക്ക് പറഞ്ഞോടെ. ഫ്രം A to B. അപ്പൊ ഈ ഓപ്പണിന്റെ അർത്ഥം ഇൻക്ലൂഡഡ് അല്ല എന്നും ക്ലോസ്ഡിന്റെ അർത്ഥം ഇൻക്ലൂഡഡ് ആണെന്നും അല്ലേ? Yes, sir. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? A is not included. Yes, A is not included. A ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. B is included. A is included ആണല്ലോ അല്ലെ? അപ്പൊ എങ്ങനെ അതിനെ നമുക്ക് ഇൻഇക്വാളിറ്റി ഫോർമുല എഴുതാൻ പറ്റുക? A ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. കാണുന്നുണ്ടോ? ബി ഇൻക്ലൂഡിങ് ആയതുകൊണ്ട്, ബിയുടെ അവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആയതുകൊണ്ട് ബിയുടെ അവിടെ നമുക്ക് ഈക്വൽ ടു കൊടുക്കാം. എ ഇല്ലാത്തത് കൊണ്ട്, എയുടെ പാർട്ട് ഓപ്പൺ ആയതുകൊണ്ട്, എ ഇൻക്ലൂഡ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഈക്വൽ ടു കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇങ്ങനെ ഇന്റർവൽ ഫോമിൽ റെപ്രസെന്റ് ചെയ്താലും ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്താലും രണ്ടിന്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളിപ്പോ 2,4 ക്ലോസ് എന്ന് എഴുതി, അതിന്റെ മീനിങ് എന്താ? എക്സ് കിടക്കുന്നത് 2-ന്റെയും 4-ന്റെയും ഇടയിലാണ്, പക്ഷേ 4 ഇൻക്ലൂഡഡ് എന്നല്ലേ? ആണോ? സംശയമുണ്ടോ? ഓപ്പൺ എന്ന് പറഞ്ഞ മക്കളെ ഇൻക്ലൂഡിങ് അല്ല, ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ആണ്. നമ്മുടെ ഓപ്ഷൻ ആൻസർ നമുക്ക് കിട്ടിയില്ലേ? 4 അല്ലേ വരിക? ആണോ? കാരണം 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാ. 2 ഇൻക്ലൂഡിങ് അല്ല, 4 എന്താ? അപ്പൊ എക്സ് കിടക്കുന്നത് 2-ന്റെയും 4-ന്റെയും ഇടയിൽ. 2 ഇൻക്ലൂഡിങ് അല്ല, 4 ഇൻക്ലൂഡിങ് ആണ്. എങ്ങനെ എഴുതാം? 2 ഇൻക്ലൂഡിങ് അല്ലാത്തത് കൊണ്ട് 2-ന്റെ അവിടെ ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കാം. 4 ഇൻക്ലൂഡിങ് ആയത് കൊണ്ട് 4-ന്റെ അവിടെ ക്ലോസ് ബ്രാക്കറ്റ് കൊടുക്കാം. ഓക്കെ അല്ലേ? സാറേ ഈ മൂന്നാമത്തെ ഒന്നുകൂടി പറയൂ. എടാ നമ്മള് രണ്ടും ക്ലോസ്ഡ് പറഞ്ഞില്ലേ? രണ്ടും ഇൻക്ലൂഡഡ് പറഞ്ഞില്ലടാ. രണ്ടെണ്ണം പറഞ്ഞു. രണ്ടും ഓപ്പൺ പറഞ്ഞില്ലേ? രണ്ടെണ്ണം ഇൻക്ലൂഡിങ് പറഞ്ഞു, രണ്ടെണ്ണം ഓപ്പണും പറഞ്ഞു അല്ലേ? ഇനി പറയുന്നത് മൂന്നാമത്തത് ഒരു ഭാഗം ഓപ്പൺ, എ ഓപ്പൺ, എ ഇല്ല.
ബി ക്ലോസ്ഡ്, ബി ഉണ്ട്, മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് എ ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. കാരണം എയുടെ അവിടെ ഓപ്പൺ ബ്രാക്കറ്റ് ആണ്, എ ഉൾപ്പെടുന്നില്ല. ബി ഇൻക്ലൂഡഡ് ആണ്, കാരണം ബിയുടെ അവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അമീർ കേക്കാവോ? കേക്കാം സാർ. അപ്പം എ കൊമ ബി എന്ന് പറയുമ്പോൾ എ ഇൻക്ലൂഡിങ് അല്ല, ബി ഇൻക്ലൂഡിങ് ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം ഇവിടെ നോക്കിക്കേ. ആ പറയൂ. മനസ്സിലായിണ്ട് സാർ പറഞ്ഞോളൂ. ആരെന്നാ ചോദിക്കുന്നുണ്ടോ? അപ്പൊ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നാണ് ഇത് വായിക്കേണ്ടത്. നോക്കിക്കോ അമീറെ, ഇവിടെ എന്താ അർത്ഥം? എ മുതൽ ബി വരെ തന്നെയാണ്. പക്ഷെ എ എന്ത് ചെയ്യുന്നില്ല? ഇവിടെ ഈക്വൽ ടു ഇല്ലാത്തത് കൊണ്ട് എ എന്ത് ചെയ്യുന്നില്ല? ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇവിടെ ബിക്ക് ഈക്വൽ ടു ഉള്ളത് കൊണ്ട് എന്താ? ബി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞത് ഈ ഓപ്പൺ ഇന്റർവൽ എ ടു ക്ലോസ്ഡ് ബി എന്ന് പറഞ്ഞാലും ഈ പറയുന്ന എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാലും രണ്ടും സെയിം തന്നെയാണ്. ഒന്ന് നമ്മൾ ഇന്റർവൽ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതുന്നു. ഒന്ന് നമ്മൾ ഈ ഒരു ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാനിന്റെ സിമ്പൽ ഉപയോഗിച്ച് എഴുതുന്നു. രണ്ടും സെയിം തന്നെയാണ്. മനസ്സിലായോ? അമീറ ക്ലിയർ ആണോ? ഇനി നമ്മൾ അതിന്റെ ലാസ്റ്റ് ആൻഡ് ഫോർത്ത് കേസ്, നാലാമത്തെ കേസ് പറയാൻ പോവാണ്. നാലാമത്തെ കേസ് നിങ്ങൾക്ക് ഊഹിക്കാൽ എന്തായിരിക്കും? ക്ലോസ്ഡ് എ ആയിരിക്കും. ഓപ്പൺ എന്ത് പറയാം നമുക്ക്? ക്ലോസ്ഡ് എ ആൻഡ് ഓപ്പൺ ബി. ഓപ്പൺ ബി എന്ന് വെച്ചാൽ എന്താ? included, B is not included. A is included. B is not included. അല്ലേ? എന്ന് വെച്ചാല് എന്താ? എങ്ങനെ നമുക്ക് ഇൻഇക്വാലിറ്റി ചെയ്താൽ പറയാം? നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ? A less than or equal to x less than b എന്ന് എഴുതാം. കാരണം എ ഇൻക്ലൂഡ് ആയത് കൊണ്ട് എയുടെ ഭാഗത്ത് നമുക്ക് ഈക്വൽ ടു കൊടുക്കാം. ബി ഓപ്പൺ ആണ്, ബി ഇൻക്ലൂഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ ഓപ്പൺ കൊടുക്കാം. സോ ക്ലോസ്ഡ് എ കോമ ഓപ്പൺ ബിയുടെ നമ്മൾ അതിനെ ഇൻഇക്വാലിറ്റി ഫോമിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി എന്ന് എഴുതാം. എഴുതിക്കൂടെ? സംശയം ഉണ്ടോ? അപ്പൊ ഞാനൊരു ഇത് എഴുതി കഴിഞ്ഞെങ്കിൽ പറയാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ അതിന് ശേഷം ഈ പഠിച്ചതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് 4 സംഭവങ്ങൾ തരും. നിങ്ങൾ ആ 4ന്റെയും ഇന്റർവൽ എനിക്ക് നേരിട്ടുന്നാലും നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ, ഈ 3ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഒന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ക്ലിയർ അല്ലേ? ഓക്കെ സർ. വേഗം നോക്കണേ. ഓക്കെ ആണോ? ഇത് കഴിഞ്ഞോ? സർ ഈ എക്സില് 3 കൂടി ഇൻക്ലൂഡ് ആവൂല ഇതില്? ഏതില്? ബിയില്, B1 2 3 4 ആവോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ കുട്ടിയോട്? ഞാനൊരു സംശയം ചോദിക്കട്ടെ? 2,4 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 2 ഉം 3 2 ഉം 4 ഇൻക്ലൂഡഡ് അല്ല. അല്ല, അതിന്റെ അർത്ഥം വേറെ. ഞാൻ പറഞ്ഞത് എവിടുന്ന് എങ്ങോട്ടാ? 2 to 4. ഇതിൽ 3 വരൂലേ? മക്കളെ ഒരു മിനിറ്റ്, എക്സ്ക്യൂസ് മീ. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടോ? ചിലപ്പോൾ നിങ്ങൾക്ക് ആ 3 കണ്ടിട്ടായിരിക്കും കൺഫ്യൂഷൻ. മക്കളെ ഒന്ന് ഈ 3,4 എന്ന് പറഞ്ഞാൽ അത് സെറ്റിന്റെ ഉള്ളിലല്ലേ? എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? ആര് മാത്രമേ ഉള്ളൂ? 3ഉം 4ഉം മാത്രം എന്നാണ് അർത്ഥം. ഇത് സെറ്റിന്റെ ഉള്ളിൽ 2 3 4 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ സെറ്റിന്റെ ഉള്ളിൽ ആകെ 3 എലമെന്റ്സ് 2 3 4 എന്നാണ് അർത്ഥം. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് നിങ്ങൾ നോക്കണം. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം എന്താ? നമ്മൾ എക്സിനെ ചൂസ് ചെയ്യണം. എക്സ് ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ ആറൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? റിയൽ നമ്പർ ആണ് അല്ലെ?
റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് റിയൽ നമ്പർ എന്ന് പറയുന്നത്. റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ 2, 2.1, 2.11, 2.111, 2.2, ഒക്കെ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ എക്സ് 2ന്റെയും 4ന്റെയും ഇടയിൽ കിടക്കണം, എക്സ് റിയൽ നമ്പറുമായിരിക്കണം. അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ സെറ്റ് 2, 3 എടുത്താൽ തെറ്റാ. കാരണം 2ന്റെയും 4ന്റെയും ഇടയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 3 മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ടോ? ഉണ്ടോടോ? No, sir. അപ്പൊ ഈ ഇവിടെ നോക്കിക്കോളൂ, 2, 4 എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താ? ഞാനത് വ്യക്തമാക്കി പറഞ്ഞുതരാം. ഇതിന്റെ മീനിങ് എന്താ? ഫ്രം 2 to 4. 4 but 2,4 എന്താ? Not included. ഇതാണ് 2, 4 എന്ന് പറയുന്ന ഇന്റർവെലിന്റെ മീനിങ്. പക്ഷേ സെറ്റ് 2, 4 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 2, 4 മാത്രമേ ഉള്ളൂ. ഓൺലി 2,4. രണ്ട് വ്യത്യാസമല്ലേ? Yes, sir. 1, 2 മുതൽ 4 വരെ ആ 2ന്റെയും 4ന്റെയും ഇടയിലുള്ള മുഴുവൻ ആൾക്കാരും പെടും. സെറ്റ് 2, 4 എന്ന് പറഞ്ഞാൽ മുഴുവൻ ആൾക്കാരൊന്നുമില്ല, 2ഉം 4ഉം മാത്രം. വ്യത്യാസം മനസ്സിലായോ? Yes, sir. അപ്പൊ ആ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്ന എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ആ ഇന്റർവെലിന്റെ കൺസെപ്റ്റ് വേറെ തന്നെ പഠിപ്പിച്ചിട്ട് അത് ചോദ്യം ചെയ്യുന്നത്. 3ാമത്തെ ചോദ്യം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ ഞാൻ എന്ത് ചെയ്യും പോവാണ്, ഞാൻ 4 ക്വസ്റ്റ്യൻസ് തരും, നിങ്ങൾ എനിക്ക് അതിന്റെ ഇന്റർവൽ നൊട്ടേഷൻ പറഞ്ഞു തന്നാൽ മതി. X belongs to R such that -1 less than x less than 3. എന്താ ഇതിന്റെ ഇന്റർവൽ നൊട്ടേഷൻ വരിക? പറയൂ. ഹലോ, എന്താണ് ഇതിന്റെ ഇന്റർവൽ നൊട്ടേഷൻ വരിക? പറയൂ. നോക്കിക്കേ, രണ്ടും ഇൻക്ലൂഡിങ് അല്ല. അപ്പൊ എന്ത് ബ്രാക്കറ്റ് കൊടുക്കാം? Open. എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നേ? -1. ഇവിടെ എൻഡ് ചെയ്യുന്നേ? 3. ഓപ്പൺ -1, 3 അല്ലേ? Yes, sir. ഇനി വീണ്ടും x belongs to R such that -2 less than or equal to x less than 5. ഇതിനെങ്ങനെ നമുക്ക് ഇന്റർവെലിലേക്ക് മാറ്റാം? പറയൂ. Closed ഒന്ന് ക്ലോസ്ഡ് ആ, കാരണം ഇവിടെ ഈക്വൽ ടു ഉണ്ട്, പക്ഷെ റൈറ്റ് സൈഡ് എന്താ? open. ഓപ്പൺ. എന്ത് ചെയ്യാം? -2, പറയൂ. 5. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഇനി പറ. 3ാമത്തേത് x belongs to R. എന്റെ കൂടെ പറഞ്ഞോണേ. -3 less than or equal to x less than or equal to 7. എങ്ങനെ എഴുതാം? Close to Closed രണ്ടും ക്ലോസ്ഡ് ആണ്. 3. -3ന്റെയും 7ന്റെയും ആണോ? Yes, sir. 4ാമത്തേത് x belongs to R. ശ്രദ്ധിക്കണം കേട്ടോ. 4 less than x less than or equal to 8. എങ്ങനെ എഴുതാം? Open 4. Open 4, closed എഴുതിക്കൂടെ? Yes, sir. അങ്ങനെയാണെങ്കിൽ കുട്ടികളെ പറഞ്ഞോളി, ഇതിനെങ്ങനെ എഴുതാം? x belongs to real number R such that 2 less than x less than or equal to 4. എങ്ങനെ ഇന്റർവെലിലേക്ക് എഴുതാം? Open 2. Open 2. 4 close. 4 close. ഏതാ ഓപ്ഷൻ? 4th one. ഓപ്ഷൻ. ഓക്കെ, Yes, sir. എഴുതിയെടുത്തോളൂ. സംശയം ഒക്കെ ചോദിച്ചോളൂ. ഡൗട്ട് ഉണ്ടോ? No, sir. സംശയം ഡൗട്ട് ഉണ്ടോ? സർ റിയൽ നമ്പേഴ്സിൽ ഡെസിമൽ ഒക്കെ വരൂലേ? എല്ലാം വരും. എടാ ഞാൻ പറഞ്ഞ നമ്പർ ലൈനിന്റെ മുകളിൽ മുഴുവൻ നമ്പർ ലൈൻ നിങ്ങൾക്ക് അറിയില്ലേ? സംഖ്യാരേഖ എന്നൊക്കെ നിങ്ങൾ പറയാറില്ലേ? 1, 2, 3 അങ്ങനെയൊക്കെ അല്ലേ? സംഖ്യാരേഖന്റെ മുകളിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ റിയൽ നമ്പറാണ്. അതായത് സാധാ നമ്പർ വരും, ഡെസിമൽ വരും, റൂട്ട് വരും, നമ്മുടെ 3/4, 2/4 എല്ലാ നമ്പറും വരും. നീ ഇതുവരെ പഠിച്ചിട്ടുള്ള മുഴുവൻ നമ്പറും അതിന്റെ കളക്ഷൻ ആണ് റിയൽ നമ്പർ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, -1 to 3 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? -1 മുതൽ 3 വരെയുള്ള എല്ലാവരും, ഈ -1ന്റെയും 3ന്റെയും ഇടയിലുള്ള എല്ലാവരും ആണ് എന്താ അവിടെ റിയൽ നമ്പർ അല്ലെ? റിയൽ എന്ന് പറഞ്ഞാൽ മൊത്തം, അതിലെല്ലാരും പെടും. മനസ്സിലാവുണ്ടല്ലോ? ഓക്കെ, ഫൈൻ. സെറ്റിൽ റിയൽ നമ്പർ വരുമോ? സെറ്റിൽ റിയൽ നമ്പറോ? എങ്ങനെ? ഒരു സെറ്റിൽ ഇപ്പൊ 2.5, 3.5 അങ്ങനെ വരുമോ? ഒന്നും വരാം.
എന്തും വരാം. ഞാൻ ഒരിക്കലും സെറ്റ് പഠിപ്പിച്ച സമയത്ത് ഒരു റെസ്ട്രിക്ഷനും പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് എന്താ, ഇറ്റ് ഈസ് ദി കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ് ഓർ എലമെന്റ്സ്. എന്തും ആവാം, വെൽ ഡിഫൈൻഡ് ആയാൽ മതി. ഇപ്പൊ നീ 2.5 എന്ന് ചോദിച്ചില്ലടാ, 2.5 എന്ന് പറഞ്ഞ നമ്പർ വെൽ ഡിഫൈൻഡ് അല്ലേ? ആ, പിന്നെന്താ സംശയം? നിനക്ക് എന്തും കൊടുക്കാം. നമ്മൾ ഈ ആടിന്റെ പേരും മാടിന്റെ പേരും ഇംഗ്ലീഷിന്റെ ലെറ്ററും അതൊക്കെ നമ്മൾ സെറ്റിനുള്ളിൽ എഴുതിയില്ലേ, പിന്നെന്താ നമ്പർ എഴുതുന്നതിന് പ്രശ്നം? ഓക്കെ. അടുത്തത് സംശയങ്ങളൊക്കെ അതേപോലെ ചോദിച്ചോട്ടെ, കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ നല്ലതാ. ഡൗട്ട് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നോ വറീസ് അബൌട്ട് ദാറ്റ്. അപ്പൊ ഞാൻ ഇനി 4ാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. 4ാമത്തെ ചോദ്യം മക്കളെ എഴുതണേ എന്റെ കൂടെ. 4ാമത്തെ ചോദ്യത്തില് ഹലോ ബിയും എഴുതണ്ട സിയും എഴുതണ്ട, കാരണം ഇത് രണ്ടും നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ടോപ്പിക് ആണ്. അതിൽ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് തന്ന കിട്ടിയ കുട്ടികൾക്കും ഓർമ്മ ഉണ്ടാവും. നമ്മൾ എ ക്രോസ് പഠിച്ചിട്ടില്ലായിരുന്നോ? ഉണ്ടോടോ? ഞാൻ പഠിപ്പിക്കും ഒന്നുകൂടെ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. കണ്ടോ, നിങ്ങൾ നോക്കിക്കേ, സെറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിലേഷൻ ഫംഗ്ഷൻസിലെ പോർഷൻസ് കൂടെ എടുത്തിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ബിയും സിയും എഴുതണ്ട തൽക്കാലം. ജസ്റ്റ് റൈറ്റ് സെറ്റ് എ ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഇന്റിജർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. റൈറ്റ് എ ആൻഡ് എന്താ റോസ്റ്റർ ഫോം. മനസ്സിലാവുന്നുണ്ടോ? വേഗം. ഓക്കെ ആണോ? ഇപ്പൊ നമ്മളോട് 4ാമത്തെ ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്, എയുടെ റോസ്റ്റർ ഫോം എഴുതണം. എ നമ്മൾ മാറ്റണം അല്ലെ? എയുടെ റോസ്റ്റർ ഫോം എഴുതണം. ഇതിൽ എക്സ് എന്തായിരിക്കണം? ഇന്റിജർ ആയിരിക്കണം. ഇന്റിജർ ഞാൻ പറഞ്ഞല്ലോ 1 2 3 4 0 -1 -2 -3 ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ ഇന്റിജർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡെസിമൽസ് ഒന്നും എടുക്കാൻ പാടില്ല, കാരണം ഇന്റിജർ ആണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റിയൽ നമ്പർ ഒക്കെ വന്നാലേ നിങ്ങൾക്ക് മുഴുവൻ ആൾക്കാരെയും ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്റിജർ എന്ന് പറയുമ്പോൾ ഇന്റിജറിന് മാത്രം ചൂസ് ചെയ്യണം. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 0ക്കും 4നും ഇടയിലുള്ള ഇന്റിജർ എടുക്കണം. 0 ഇൻക്ലൂഡിംഗ് അല്ലേ? ഇൻക്ലൂഡിംഗ് ആണോ? അപ്പം ഏതൊക്കെയാ 0ക്കും 4നും ഇടയിലുള്ള 0 ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള ഇന്റിജേഴ്സ് ഏതൊക്കെയാ? 0 1 2 3 0 1 2 3 4 എഴുതാൻ പാടുണ്ടോ? 0 എഴുതാതിരിക്കാൻ പാടുണ്ടോ? അപ്പൊ ഏതാ പറയൂ? 0 1 2 3 0 1 2 3 അല്ലേ? Yes sir. Okay, fine. സംശയമൊന്നുമില്ലല്ലോ? അതില് 5ാമത്തെ ചോദ്യം, 5ല് ഒരു മിനിറ്റ്, 4 എഴുതി കഴിഞ്ഞെങ്കിലും പറയാ. 5ല് എ പാർട്ട് ഞാൻ ചെയ്യൂല, നമ്മൾ ചെയ്തതാണ് ക്ലാസ്സിൽ. എനിക്ക് ഈവൻ സെയിം എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ചെയ്തതാണ്. ക്വസ്റ്റ്യൻ വേണം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക, നോട്ട് ചെയ്യുക ചെയ്യാം. നോട്ട്ബുക്ക് നോക്കുക, നമ്മൾ ചെയ്തിട്ടുണ്ട്. A union B all dash is equal to A dash intersection B dash എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ വിശദീകരിച്ച് വ്യക്തമായിട്ട് പറഞ്ഞ ചോദ്യമാണ്. സോ ഐ എം നോട്ട് വേസ്റ്റിംഗ് മൈ ടൈം ഫോർ ഡിസ്കസിംഗ് ദാറ്റ് അഗെയിൻ. വീണ്ടും പറഞ്ഞ് സമയം കളയുന്നില്ല. ഓക്കെ ആണോ? ഓക്കെ ഫൈൻ. ഇനി എന്റെ ചോദ്യം ബിയിലേക്കാണ് ഞാൻ പോകുന്നത്. ബിയിൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾ ചിലപ്പോൾ പരിചയമില്ലാത്തൊരു ടേം കാണാം. എന്താ? നോട്ട് ചെയ്ത് വെക്കണം. എന്താ ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ? ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞാല് എന്തുണ്ടാവില്ല എടാ? ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്റെ മീനിങ് എന്താ? ജോയിന്റ് ആവില്ല എന്നല്ലേ? ജോയിന്റ് ആവില്ലെങ്കിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവോ? ഇപ്പം 2 സെറ്റിനെ ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് വിളിക്കണമെങ്കിൽ ആ 2 സെറ്റിലും എന്ത് പാടില്ല?
കോമൺ എലമെന്റ്സ് കോമൺ എലമെന്റ്സ് ഒന്നും പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിൽ 4 എലമെന്റ്സും ബി എന്ന് പറയുന്ന സെറ്റിൽ 2 എലമെന്റ്സും ആണെങ്കിൽ എ മൈനസ് ബി എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവുന്നതാണ് ചോദിച്ചത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ നിങ്ങൾ 2 സെറ്റ് എനെയും ബിനെയും എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അതിൽ എയിൽ 4 എലമെന്റ് വേണം. എനിക്ക് 4 എലമെന്റിന് പകരം 1 2 3 4 കൊടുക്കാം. ബിയിൽ ഞാൻ കൊടുക്കുന്നത് എ കോമ ബി എന്നാണ്. എന്താ കാരണം? എഴുതുമ്പോ എന്ത് ശ്രദ്ധിക്കണം? കോമൺ എലമെന്റ്സ് കോമൺ ഇല്ലാതെ ശ്രദ്ധിക്കണം. അതിനാണ് എ 1 2 3 4ഉം ബി എ ബിയും രണ്ടും ഡിഫറെന്റ് ആയിട്ട് ഡിഫറെന്റ് എലമെന്റ്സ് ഞാൻ കൊടുക്കാനുള്ള കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ടിലും കോമൺ ഒന്നുമില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ എടുത്ത ഈ 2 എക്സാമ്പിൾസിനെ എനിക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? പറയൂ. ഡിസ്ജോയിന്റ് സെറ്റ്സ്. അപ്പൊ ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പറയൂ. നിങ്ങളെങ്ങാനും അതിനെ വെൻ ഡയഗ്രം ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ വരിക. എന്താ കാരണം? രണ്ടിനും കോമൺ ഇല്ലെങ്കിൽ പിന്നെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവോ? അപ്പം ഡിസ്ജോയിന്റ് സെറ്റ്സിന്റെ വെൻ ഡയഗ്രം എങ്ങനെയാ വരിക? എ വേറെ ബി വേറെ. എന്ത് ചെയ്യുന്നില്ല? അവര് രണ്ടും കൂടെ ജോയിന്റ് ആവുന്നുണ്ടോ? നമ്മൾ ഇതുവരെ വരച്ചത് എങ്ങനെയായിരുന്നു? നമ്മൾ നോർമലി ഇങ്ങനെയാണ് വരയ്ക്കാറുള്ളത്. അങ്ങനെ നമ്മൾ വരയ്ക്കാനുള്ള കാരണം എന്താ? നമ്മൾ ചെയ്ത ചോദ്യങ്ങളിലൊക്കെ എന്തുണ്ടായിരുന്നു? എക്കും ബിക്കും എന്തെങ്കിലും കോമൺ ഉണ്ടായിരുന്നു. അപ്പൊ കോമൺ റീജിയൻ ഉള്ളത് കൊണ്ടാണ് കോമൺ റീജിയൻ കൂട്ടി വരച്ചത് അല്ലേടോ? ഡിസ്ജോയിന്റിൽ എന്തില്ല? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണ്ട? മിക്സ് ചെയ്ത് വരയ്ക്കണ്ട. വെവ്വേറെ 2 സെറ്റ് വരച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്താ ചോദിച്ചിരിക്കുന്നേ? പറയൂ. എ മൈനസ് ബിയിലെ ആൾക്കാരുടെ എണ്ണം സെറ്റ് എയും സെറ്റ് ബിയും ഞാൻ തന്നിട്ടുണ്ട്. എന്തായിരുന്നു എ മൈനസ് ബി? എ മൈനസ് ബി എന്ന് പറഞ്ഞ എയിൽ നിന്നും അല്ലേ? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ നിന്നും എയിലും ബിയിലുമുള്ള ആളെ എടുത്ത് കളയണം. വേണ്ടേ? ഇവിടെ ഡിസ്ജോയിന്റ് സെറ്റ് ആയതുകൊണ്ട് എയിലും ബിയിലും എന്തെങ്കിലും കോമൺ ഉണ്ടോ? എ മൈനസ് ബി ചെയ്യുമ്പം ആരെങ്കിലും എയിൽ നിന്ന് എടുത്ത് കളയാനുണ്ടാവോ? എ മൈനസ് ബി എന്ത് തന്നെയായിരിക്കും? 1 2 3 4 തന്നെയല്ലേ? ആണോടോ? അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ട്? ആൻസർ എന്താണ്? 4 എലമെന്റ് ആയിരിക്കും. ഞാൻ ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കണം. ലിസൺ ഹിയർ. ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും കോമൺ ഇല്ലാത്ത സെറ്റിനെയാണ് നമ്മൾ ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയുന്നത്. അത് ഡിസ്ജോയിന്റ് സെറ്റിന് 2 എക്സാമ്പിൾ ഞാൻ എഴുതി. എക്സാമ്പിൾ എഴുതിയപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു. 4 എലമെന്റ് ഫസ്റ്റിലും 2 എലമെന്റ് സെക്കൻഡിലും കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? എ മൈനസ് ബി കണ്ടു. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എയിൽ നിന്നും എയിലും ബിയിലും കോമൺ ഉള്ള ആൾ ഒഴിവാക്കണം. എയിലും ബിയിലും ഒന്നും തന്നെ കോമൺ ഇല്ല. അപ്പൊ എയിൽ നിന്ന് നമ്മൾ ഒന്നും തന്നെ ഒഴിവാക്കേണ്ടതില്ല. അപ്പൊ എ മൈനസ് ബി എന്ത് തന്നെ വരും? 1 2 3 4 തന്നെ വരും. ഈ 1 2 3 4 എന്ന് പറയുന്ന എ മൈനസ് ബിയിൽ എത്ര ആൾക്കാരുണ്ടോ? 4 ആൾക്കാരുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ ഓഫ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു 4 എന്ന് കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇനി അഥവാ ഇത് എൻ ഓഫ് ബി മൈനസ് എ എന്നായിരുന്നെങ്കിലോ എന്താ വരിക ആൻസർ? 2. കറക്റ്റാ. 2. എന്താ 2 വരാൻ കാരണം? എൻ ഓഫ് ബി മൈനസ് എ എന്ന് പറഞ്ഞാല് ബി ഒന്നും ഒഴിവാക്കാനില്ല. കോമൺ ഉണ്ടായിട്ട് വേണ്ട ഒഴിവാക്കാന്. അപ്പൊ എൻ ഓഫ് ബി മൈനസ് എ എന്ത് തന്നെ ആയിരിക്കും? ബി തന്നെ ആയിരിക്കും. അപ്പൊ 2 എലമെന്റ് ഉണ്ടാവും. ക്ലിയർ ആണോ? വേഗം നോക്ക്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ പരമാവധി അവർ എക്സാം പേപ്പറിൽ ഇങ്ങനെ ചൂണ്ടും. നമ്മൾ ജസ്റ്റ് വെറുതെ സെറ്റ് എന്താണെന്നും യൂണിയൻ എന്താണെന്നും ചുമ്മാ നമ്മളൊരു ഞാൻ പറഞ്ഞില്ല 10ാം ക്ലാസ് പഠിച്ച പോലെ അങ്ങ് ചുമ്മാ പഠിച്ചു കൊടുത്തും കാര്യമില്ല. പരമാവധി അവർ ഊറ്റും. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഒരു ക്വസ്റ്റ്യനിൽ 3 പാർട്ട് ഉണ്ടെങ്കിൽ 3 ചാപ്റ്റർ എന്ന് അവർ കണക്ട് ചെയ്യുന്നത്. അപ്പൊ ആ 3 ചാപ്റ്റർ അറിഞ്ഞില്ല ചെയ്യാൻ പറ്റില്ല. സിമ്പിൾ. 10ാം ക്ലാസ് നമുക്ക് അങ്ങനത്തെ ഒരു ട്രാപ്പ് ഒന്നും ഇല്ലായിരുന്നു. AP ആണ് APത്തെ ചോദ്യം. ട്രിഗ്നോമെട്രിയുടെ മരത്തിന് നീളം കാണാമെങ്കിൽ ആ ചോദ്യം മാത്രം. ഈ +1 ട്രിഗ്നോമെട്രി ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിരിക്കും. പണ്ട് മരത്തിന്റെ മുകളോട്ട് മേൽക്കോണും കീഴ്ക്കോണും അതിന്റെ നേളുടെ നീളവും കപ്പലിന്റെ മുകളിൽ കയറുന്നതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ ചിരിക്കും. ഇതായിരുന്നു ട്രിഗ്നോമെട്രി 11th നിങ്ങൾ ചോദിക്കും കേട്ടാ. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഞാൻ ചെയ്യാൻ പോണത് 6ാമത്തെ ചോദ്യമാണ്. ലെസൺ ഹിയർ. 6ാമത്തെ ചോദ്യം വേഗം നോക്കട്ടാ.
ആറാമത്തെ ചോദ്യം നിങ്ങൾ നോക്കിക്കേ. A is equal to set ABC. Write the power set of P of A. നമ്മൾ പവർ സെറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പവർ സെറ്റ്? സബ്സെറ്റുകളുടെ സെറ്റിനെയാണ് പവർ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഓർമ്മ? Yes, sir. അപ്പൊ നമ്മൾ ആദ്യം ഒന്നുമില്ല, എ ബിയുടെ സബ്സെറ്റുകൾ എഴുതണം. സെറ്റ് എ ഒരു സബ്സെറ്റ് ആണ്, സെറ്റ് ബി ഒരു സബ്സെറ്റ് ആണ്, സെറ്റ് സി ഒരു സബ്സെറ്റ് ആണ്. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ എലമെന്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പുതിയ കുഞ്ഞു കുഞ്ഞു സെറ്റ്സിനെയാണ് നമ്മൾ സബ്സെറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സെറ്റ് എ ഒരു സെറ്റ് ആണ്, സെറ്റ് ബി ഒരു സബ്സെറ്റ് ആണ്, ഇതിന്റെ സെറ്റ് സി ഒരു സബ്സെറ്റ് ആണ്, അതേപോലെ സെറ്റ് എ ബി ഒരു സബ്സെറ്റ് ആണ്, പിന്നെയോ സെറ്റ് എ സി ഒരു സബ്സെറ്റ് ആണ്, പിന്നെയോ പറയോ BC. സെറ്റ് ബി സി ഒരു സബ്സെറ്റ് ആണ്, പിന്നെയോ Empty set. സെറ്റ് എ ബി സി ഒരു സബ്സെറ്റ് ആണ്, പിന്നെ എം ടി സെറ്റ് അല്ലേടോ? Yes. ഇതാണ് ഇതിന്റെ എന്ത് സബ്സെറ്റുകൾ അല്ലേ? ഈ സബ്സെറ്റുകളെ മുഴുവൻ നമ്മൾ പറയൂ ഒരു സെറ്റിന്റെ ഉള്ളിലേക്ക് വീണ്ടും മാറ്റിയാൽ അതിനെയാണ് മക്കളെ നമ്മൾ ആ സെറ്റ് എന്തെന്ന് വിളിക്കുന്നത്? പവർ സെറ്റ് ആണോ? എടോ പവർ സെറ്റ് ഒക്കെ പഠിച്ചിട്ടില്ലേ? Yes, sir. കണ്ടോ, ഒരു മാർക്കിന്റെ ചോദ്യമുള്ളൂ, അത്രേ എഴുതാനുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ സെറ്റുകളെ ലിസ്റ്റ് ചെയ്യുക, ആ സെറ്റുകളെ മുഴുവൻ മറ്റൊരു സെറ്റിന്റെ ഉള്ളിൽ എഴുതുക, അപ്പൊ പവർ സെറ്റ് കിട്ടും. ക്ലിയർ ആണോ? Yes, sir. വേഗം. ഓക്കെ, ഞാനേ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? Yes, sir. നരിക്കിലുള്ള പിള്ളേരുടെ ലിസ്റ്റ് ഞാനൊന്ന് എടുക്കൂട്ടോ. മമ്പാടുള്ളത് സാർ എടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ നിങ്ങളെ അറ്റൻഡൻസ് ഒന്ന് പറയാ, ഇല്ലാത്തവരൊന്ന് പറയണം കേട്ടോ. ഞാൻ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ പ്രസന്റ് പറയണേ. നീഹാര, Present, sir. ദേവതീർത്ഥ, പുള്ളിക്കാരത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു തോന്നുന്നു. മാളവിക, മാളവിക, ഹൃദ്യ, Present, sir. അനാമിക, അനാമിക, കൃഷ്ണ, Present, sir. സിനാൻ, Present, sir. നിഹാല, Present, sir. അൻസിയ നസറിൻ, അൻസിയ, അമയ, Present, sir. ഭാരതി, Present, sir. അർച്ചന, അർച്ചന, മിഥുൻ, Present, sir. ഐശ്വര്യ, അംന, Present, sir. ഹുദ നസ്രിൻ, Present, sir. ഫസീൽ, Present, sir. ഫസീല പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? Oh, അദ്വൈത്, അദ്വൈത്, മിസ്ബാഹ, Present, sir. നയന, Present, sir. വിസ്മയ, Present, sir. ഫാസിസ്, ഷിഫ, ഷിഫണ്ട, ഷിഫണ്ട, Present, sir. ലക്ഷ്മി, Oh, ലക്ഷ്മി, ലക്ഷ്മി, present, sir. നദ, Present, sir. നജ ഫാത്തിമ, Present, sir. വിദ, Present, sir. സുഹൈലത്ത്, Present, sir. ഫാത്തിമ ഷസ്നീം,
Fatima's name. Ankit. Present, sir. Hadia. Present, sir. Nidand. Present, sir. Gilna. Present, sir. Vishnu. Present, sir. Shabil Rashid. Shabil. Shabil നേരത്തെ ഷാബിൽ പോയോ? ഷാബിൽ. Present, sir. Okay, fine. മിന്നത്ത്. Present, sir. മുഹമ്മദ് അമീൻ. മുഹമ്മദ് അമീൻ. അപ്പൊ ഞാൻ ഈ വിളിച്ചതില് നരിക്കുനിലുള്ള വേറെ പിള്ളേരുണ്ടെങ്കിൽ അവരുടെ പേരുകൾ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ വിളിച്ചതില് എന്റെ ലിസ്റ്റിൽ ഇപ്പൊ എത്ര പിള്ളേരാണുള്ളത്? അപ്പൊ ഞാൻ വിളിച്ചതില് നരിക്കുനി ഭാഗത്തുനിന്ന് ഉള്ളവർ, ഞാൻ വിളിച്ചതിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പേഴ്സണലി ഒന്ന് അയക്കണേ. വേഗം 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 പെട്ടെന്ന് അയക്കണേ. ഐശ്വര്യ MP. ഓക്കെ, ഫൈൻ. അപ്പൊ 2 ഐശ്വര്യ ഉണ്ട് അല്ലേ? ഷാമില് സ്ഥലം എവിടെയാ? ഷാമിൽ, യു ആർ ഫ്രം? ഓക്കെ, അതില് ഐശ്വര്യ MP സ്ഥലം എന്ന് എനിക്ക് ടെക്സ്റ്റ് ചെയ്യണം. ഒരാത്തതിന് നമ്പർ കേട്ടോ, മറക്കല്ല, വേഗം. ഐശ്വര്യ നമ്പർ അയക്കണേ, മറക്കല്ലേ. വേഗം വേഗം ഐശ്വര്യ നമ്പർ അയക്കൂ. വാട്സപ്പില് നമ്പർ അയക്കൂ, എനിക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേഗം. ഓക്കെ ഓക്കെ, യുവർ നമ്പർ പ്ലീസ്. വേഗം വേഗം, ടൈം പോണു. സേവ് ചെയ്തതാണോ? നോക്കട്ടെ, ഒരു മിനിറ്റ്. ഞാൻ എനിക്ക് ഞാൻ ചോദിക്കുന്നത് 2 ഐശ്വര്യ ഉണ്ടോ? ഞാൻ ഒരു ഐശ്വര്യനെ ഞാൻ വിളിച്ചില്ലേ? ഹലോ, അറ്റൻഡൻസ് വിളിച്ച ഐശ്വര്യന്റെ ഞാൻ വിളിച്ചില്ലായിരുന്നോ? ഇവിടെ ഒന്ന് വോയിസ് റിപ്ലൈ കൊണ്ടാ. ഞാൻ ഐശ്വര്യ എന്ന് പറഞ്ഞ കുട്ടീനെ അറ്റൻഡൻസ് വിളിച്ചില്ലേ? എന്നാണ് വിളിച്ചത്. ഇയാളുടെ നമ്പർ അല്ലേ ലാസ്റ്റ് 207? സർ. ഓക്കെ ഓക്കെ, ഫൈൻ. ഇനീഷ്യൽ എന്തായിരുന്നു? MP. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് ബാക്കി പറയാം. So listen all of you here. നോക്കണം. ഇപ്പൊ ഓർസെറ്റ് പറഞ്ഞില്ലേ, അതിൽ ബിയും സിയും മക്കള് ചെയ്യണ്ട. കാരണം ബിയും സിയും ഏതാ ചാപ്റ്റർ വേറെയാണ്. മനസ്സിലാവുന്നുണ്ടോ? 6ാമത്തെ ചോദ്യം. ഓക്കെ അല്ലേ? Yes, sir.
ആറാമത്തെ ചോദ്യം, അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം. ഈ ഫിഗർ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ക്ലാസ് ചെയ്തിട്ടുണ്ടോ ഈ ചോദ്യം? എനിക്കൊരു സംശയം. ഓക്കെ, അപ്പൊ ഇത് എഴുതിയെടുക്കാം. ആ ഫിഗറും അതിന്റെ ഉൾഭാഗമാണ് കേട്ടോ. കൺസിഡർ വെൻ ഡയഗ്രാം ഓഫ് ദി യൂണിവേഴ്സൽ സെറ്റ് യു എന്ന് പറഞ്ഞിട്ട് താഴെയുള്ള ആ ഫിഗർ വരയ്ക്കണം. ആ യുവിലുള്ള എലമെന്റ് 1 2 3 4 1 മുതൽ 13 വരെയാണ്. ആ 1 മുതൽ 13 വരെയുള്ള എലമെന്റ് എവിടേക്കാണുള്ളതെന്ന് കറക്റ്റ് വ്യക്തമായിട്ട് ആ വെൻ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. സർക്കിളിന്റെ പുറത്താണോ, എയുടെ ഉള്ളിലാണോ, അല്ലെങ്കിൽ ബിയുടെ ഉള്ളിലാണോ, അല്ലെങ്കിൽ എക്കും ബിക്കും ഇന്റർസെക്ഷൻ ആണോ ഒക്കെ കൊടുത്തത് ഓർമ്മ കാണുന്നുണ്ടോ? എന്താ പറഞ്ഞിരിക്കുന്നത്? എയും ബിയും റോസ്റ്റർ ഫോമിൽ എഴുതണം. എ യൂണിയൻ ബി ഓൾ ഡാഷ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പ്രൂവ് ചെയ്യണം. നമ്പർ ഓഫ് എ യൂണിയൻ ബി ഡാഷും കാണണം. ഓക്കെ അല്ലേ? ആണോ? ഒന്ന് ക്വസ്റ്റ്യൻ എഴുതിട്ട് പറയൂ, നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിട്ട് പറയണേ, ഫിഗർ വരയ്ക്കണേ വേഗം. മക്കളെ ഞാൻ പറയട്ടെ? ഓക്കെ ഫൈൻ. അപ്പോ കൺസിഡർ എ വെൻ ഡയഗ്രാം ഓഫ് ദി യൂണിവേഴ്സിറ്റി യു ഇസ് ഈക്വൽ ടു 1 2 3 4 5 അപ് ടു 13. അപ്പൊ എയും ബിയും റോസ്റ്റർ ഫോമിൽ എഴുതണം. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ അറിയാലോ, എയുടെ എലമെന്റ്സ് അങ്ങ് എഴുതിയാ പോരെ? അപ്പൊ എയുടെ എലമെന്റ്സ് ആ ഫിഗർ നോക്കി ആരൊക്കെ ഉണ്ട്? 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 10 ഉണ്ട്. ഇല്ലടോ? സംശയം ഉണ്ടോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? എ റോസ്റ്റർ ഫോമിൽ 3 4 6 10 വന്നതിൽ സംശയം ഉണ്ടെങ്കിൽ എ സർക്കിളിലേക്ക് നോക്കുക. എയിൽ 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 10 ഉണ്ട്. അതങ്ങ് എഴുതിയാൽ മതി. ബി എന്താ വരിക റോസ്റ്റർ ഫോമിൽ? പറയൂ. 3 4 5 11 അല്ലേ? ഒരു മാർക്ക് കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ എന്താ പറയൂ? എ യൂണിയൻ ഓൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. മക്കൾ എല്ലാവരും ശ്രദ്ധിക്കണം. എന്തായിരുന്നു എ ഡാഷിന്റെ മീനിങ് ഓർമ്മയുണ്ടോ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ എന്ന് പറയുന്ന എലമെന്റ്സിനെ അങ്ങ് ഒഴിവാക്കിയ എ ഡാഷ് കിട്ടൂലേ? 2 3 4 9 10 3 4 6 10 എന്ന് പറയുന്ന ഈ എനെ നമ്മള് യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ഒഴിവാക്കിയ ബാക്കി എന്താ കിട്ടുക? ആരൊക്കെയാ? എ ഡാഷ് എന്ന് പറഞ്ഞാല് മൊത്തം ഈ റെക്ടാംഗിൾ എനെ ഒഴിവാക്കണം. എ ഉണ്ടാവാൻ പാടില്ല. ബാക്കിയുള്ളത് എ അല്ലാത്ത ബാക്കിയുള്ളത്. അപ്പൊ എന്തൊക്കെയാണുള്ളത്? 1 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്, 8 ഉണ്ട്, 11 ഉണ്ട്, 13 ഉണ്ട്, 9 ഉണ്ട്, 12 ഉണ്ട് അല്ലെ? കൂടാതെ 7ഉം. അല്ലേടോ? കാര്യം മനസ്സിലായോ? എ ഡാഷ് എന്ന് വെച്ചാൽ മീനിങ് ആ യൂണിവേഴ്സൽ സെറ്റിൽ എനെ ഒഴിവാക്കുക. എനെ ഒഴിവാക്കിയ ബാക്കി 9 ഉണ്ട്, 7 ഉണ്ട്, 12 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്, 11 ഉണ്ട്, 1 ഉണ്ട്, 8 ഉണ്ട്, 13 ഉണ്ട്. ക്ലിയർ ആണോ? പറയ്, ക്ലിയർ ആണോ? അവിടുന്ന് എങ്ങനെ നമുക്ക് ബി ഡാഷ് എങ്ങനെ എഴുതാൻ പറ്റുക? എന്തായിരുന്നു ബി ഡാഷിന്റെ മീനിങ്? ബി ഡാഷ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ബീനെ ഒഴിവാക്കണം. നിങ്ങൾ ഈ കേസിൽ ബീനെ ഒഴിവാക്കിയ ബാക്കി എന്തൊക്കെ കിട്ടുക? പറഞ്ഞ ബി ഡാഷിൽ എന്തൊക്കെ വരും? 1 വരും, 8 വരും, 13 വരും, 7 വരും,
6 വരും, 10 വരും, 9 വരും, 12 വരും. ആണോ? ആർക്കെങ്കിലും എ ഡാഷും ബി ഡാഷും എഴുതിയാൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എ ഡാഷ് എന്ന് പറയുമ്പം യൂണിവേഴ്സൽ സെറ്റ് എന്ന് എനെ ഒഴിവാക്കി ബാക്കി മുഴുവൻ ആൾക്കാരെയും ഞാൻ എഴുതി. ബി ഡാഷ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് ബിനെ ഒഴിവാക്കി ബാക്കി മുഴുവൻ ആൾക്കാരെയും ഞാൻ എഴുതി. ഓക്കെ ആണോ? ഇനി എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? അല്ലല്ല, അതിനു മുൻപ് ഞാൻ റൈറ്റ് സൈഡ് തൽക്കാലം ചെയ്യുന്നത്. എന്താ റൈറ്റ് സൈഡ്? എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് വെച്ചാൽ എന്താ? എയിലും എ ഡാഷിലും ബി ഡാഷിലും കോമൺ ഉള്ള ആൾക്കാരെ ലിസ്റ്റ് ചെയ്യണം. ആരൊക്കെ കോമൺ? 1 കോമൺ ആണ്. പിന്നെയോ 7 കോമൺ ആണല്ലേ? 13 ഉണ്ട്. പിന്നെ 9 കോമൺ ആണ്. പിന്നെയോ 13 കോമൺ ആണ്. 8 കോമൺ ആണ് അല്ലേ? 12 കോമൺ ഉണ്ടോ? 12 കോമൺ ആണ്. 13 കോമൺ ഇല്ല അല്ലേ? 13 ഉണ്ടല്ലോ. 12 ഇല്ലേ? കഴിഞ്ഞോ? 8 ഇല്ലേ? അപ്പൊ ആരൊക്കെ ഉണ്ട്? 1, 7, 8, 9, 12, 13 അല്ലടോ? അപ്പൊ റൈറ്റ് സൈഡ് കിട്ടി. അതിന് ലെഫ്റ്റ് സൈഡ് എന്താ? പറ. എ യൂണിയൻ ബി ഡാഷ്. എ യൂണിയൻ ബി ഡാഷിന്റെ മീനിങ് എന്താ? എ യൂണിയൻ ബി ഡാഷിന്റെ മീനിങ് എന്താന്ന് വെച്ചാല് യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ യൂണിയൻ ബിനെ ഒഴിവാക്കണം. ഞാൻ എ യൂണിയൻ ബിനെ നമ്മൾ പണ്ട് പഠിച്ച വെൻ ഡയഗ്രം പ്രകാരം എ യൂണിയൻ ബിനെ ഞാൻ എന്ത് ചെയ്യാണ്? ഒന്ന് ഷെയ്ഡ് ചെയ്യാണ്. ഇതല്ലേ എ യൂണിയൻ ബി? അപ്പൊ എ യൂണിയൻ ബി ഡാഷ് എന്ന് വെച്ചാൽ എന്താ? ഈ ഷെയ്ഡ് ചെയ്ത റീജിയന്റെ പുറത്തുള്ള റീജിയൻ അല്ല നമ്മൾ എ യൂണിയൻ ബി ഡാഷ് എന്ന് വിളിക്കാം. പറഞ്ഞോളൂ, ആരൊക്കെയാ? 1, 8, 13, 7, 9, 12 ആണോ? രണ്ടും ഈക്വൽ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് എന്ത് വെരിഫൈ ചെയ്യാം? എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന് പറഞ്ഞ വാല്യൂ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷിന് ഈക്വൽ ആണെന്ന് പറഞ്ഞൂടെ? വേഗം. ഇതാണോ? അതിൽ സി പാർട്ട് നിങ്ങൾക്ക് ഞാൻ പറയേണ്ടിരിക്കൂടെ? എ യൂണിയൻ ബി ഡാഷിലുള്ള എണ്ണം, എ യൂണിയൻ ബി ഡാഷിലുള്ള ആൾക്കാരുടെ എണ്ണം എത്രയാ നോക്കണോ? എത്രയാ? 6 ആൾക്കാർ. സോ 6. അപ്പൊ എൻ ഓഫ് എന്ന് പറഞ്ഞ എണ്ണമാണ്, നമ്പർ ഓഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എ യൂണിയൻ ബി ഡാഷിന്റെ എണ്ണം 1, 2, 3, 4, 5, 6. ഓക്കെ അല്ലേ? സംശയം ഉണ്ടാക്കെങ്കിലോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഫൈൻ. ഡൺ ആണെങ്കിൽ ഓക്കെ, ഫൈൻ. അപ്പോ ഓക്കെ, എട്ടാമത്തെ ചോദ്യം ഇരിക്കുള്ളൂ, വേഗം.
ഞാൻ ചെയ്യട്ടെ? നോക്ക് മക്കളെ, നോക്ക്. അപ്പൊ ലെറ്റ് എ ഈസ് ഈക്വൽ ടു ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇംപ്രൂവ് ആവുമല്ലോ നോക്കാം അല്ലെ. നിങ്ങൾ നോക്കുമ്പോൾ എ എന്താണോ? എ എക്സ് ആണ്. എക്സ് ബിലോങ്സ് ടു എൻ. എൻ എന്ന് പറഞ്ഞാൽ എന്താ എൻ? നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ കൗണ്ട് ചെയ്യുന്ന 1, 2, 3 അതിനാണ് നാച്ചുറൽ നമ്പർ എന്ന് പറയാം. അപ്പൊ നാച്ചുറൽ നമ്പർ ആണ്. അത് മാത്രമല്ല 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നല്ലേ? എന്ന് വെച്ചാൽ എയിൽ ആരൊക്കെ ഉണ്ടാകും? 1ന്റെയും 5ന്റെയും ഇടയിലായിരിക്കണം. 1ഉം 5ഉം ഇൻക്ലൂഡിങ് ആയിരിക്കണം. അപ്പൊ 1, 2, 3, 4, 5 എന്നല്ല എഴുതേണ്ടത്? ആണോ? അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എയിലെ എലമെന്റുകളുടെ എണ്ണം എത്രയാ? 5. സംശയം ഉണ്ടോ? ഡൗട്ട് എന്നൊക്കെ ചോദിക്കണേ. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഈ ഇന്റർവൽ നൊട്ടേഷൻ പ്രകാരം 1 ഇൻക്ലൂഡിംഗ് ആണ്, 5 ഇൻക്ലൂഡിംഗ് ആണ്. 1നും 5നും ഇടയിൽ കിടക്കണം. നാച്ചുറൽ നമ്പറും ആവണം. ഉറപ്പായിട്ടും 1, 2, 3, 4, 5 എല്ലാം ഉണ്ടാവുക. അപ്പൊ ഈ എയിൽ എത്ര എലമെന്റ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞാൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 5 എലമെന്റ്സ് ഉണ്ട്. ക്ലിയർ അല്ലേ? അതിന്റെ ബി പാർട്ടിലേക്ക് നമ്മൾ പോകുമ്പോ A intersection B union C is equal to A intersection B union A intersection C എന്നല്ലേ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. എന്താ ബി യൂണിയൻ സി? പറയൂ എന്താ ബി യൂണിയൻ സി? പോരട്ടെ. ബി യൂണിയൻ സി ആണ്. എല്ലാ എലിമെന്റ്സിനും എടുത്ത് അപ്പൊ എഴുതിക്കോളൂ. എന്താ വരിക? 2, 3, 6, 9, 1, 4, 5, 8, 10 അല്ലേ? ഇതാണ് ബി യൂണിയൻ സി ആണോ? നമ്മളുടെ LHS എന്ന് പറയുന്നത് A ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ആണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ബി യൂണിയൻ സിയിലും എയിലും എന്തുണ്ടാവണം? കോമൺ ആയിട്ടുള്ള എലമെന്റ് അല്ലെ? പറഞ്ഞോളി. നിങ്ങൾ എയും ബിയും നോക്കിയിട്ട്, എ നമ്മൾ നേരത്തെ കണ്ടുവച്ചിരുന്നു, ഞാനത് മായ്ച്ചതാണ്. തൽക്കാലം ഞാൻ എ ഇവിടെ എഴുതിത്തരാം. എ നമുക്ക് കിട്ടിയ എന്തായിരുന്നു? 1, 2, 3, 4, 5. ആ 1, 2, 3, 4, 5 എന്ന് പറയുന്ന എയിലും ഇപ്പൊ നമുക്ക് കിട്ടിയ ബി യൂണിയൻ സിയിലും എന്താ മക്കളെ കോമൺ? 1 കോമൺ അല്ലേ? 2 കോമൺ അല്ലേ? 3 കോമൺ അല്ലേ? 4 കോമൺ അല്ലേ? 5 കോമൺ അല്ലേ? ആണോ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയിട്ടുള്ള എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സിയുടെ വാല്യൂ കിട്ടി 1, 2, 3, 4, 5. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ബി യൂണിയൻ സി കണ്ടുപിടിച്ചു. എ നമുക്ക് ഓൾറെഡി ഫസ്റ്റ് പാർട്ട് എന്ന് അറിയാം. ഈ എയിലും ബി യൂണിയൻ സിയിലും കോമൺ ഉള്ള ആളെ ഞാൻ ഇവിടെ എഴുതി അല്ലെ? ഓക്കെ ആണോ? ബാക്കി പറയട്ടെ. അപ്പോ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സിയുടെ ആൻസർ നിങ്ങൾ ഞാൻ ഇപ്പം റൈസ് ചെയ്യും, മനസ്സിലുണ്ടാവണം. 1, 2, 3, 4, 5 കിട്ടി. എഴുതി കഴിഞ്ഞോ കുട്ടികളെ? ഇനി എന്താ ചെയ്യുന്നത് പറ? ഇനി എന്താ ചെയ്യേണ്ടത്? എ ഇന്റർസെക്ഷൻ ബി കാണണം. എ ഇന്റർസെക്ഷൻ ബി അല്ലെ? എന്താ എ ഇന്റർസെക്ഷൻ ബി? എ എന്തായിരുന്നു? A 1, 2, 3, 4, 5 ആയിരുന്നു അല്ലെ? നിങ്ങൾ പറ എന്താ എ ഇന്റർസെക്ഷൻ ബി വരിക? എയിലും ബിയിലും എന്താ ഇന്റർസെക്ഷൻ? കോമൺ അല്ലേ? 2, 3. പെർഫെക്റ്റ്. 2, 3. ഗുഡ്. എന്താ എ ഇന്റർസെക്ഷൻ സി? 1, 4, 5. ഇന്റർസെക്ഷൻ സി എന്താ? 1 ഉണ്ട്, 4 ഉണ്ട്. പറയൂ. 5. നമ്മളോട് എന്താ ചെയ്യാൻ പറഞ്ഞത്? ഈ എ ഇന്റർസെക്ഷൻ ബിനെയും ഈ എ ഇന്റർസെക്ഷൻ സിനെയും പിടിച്ച് എന്ത് ചെയ്യണം? എങ്ങനെ ഈ എ ഇന്റർസെക്ഷൻ ബിയുടെയും എ ഇന്റർസെക്ഷൻ സിയുടെയും യൂണിയൻ എടുക്കുക? രണ്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും എഴുതിയാ പോരാ? എടോ ഇത് തന്നെയല്ല നിങ്ങൾക്ക് നേരത്തെ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻസ് ചെയ്തപ്പം കിട്ടിയത്? എത്ര ഉള്ളൂ? ബോത്ത് ആർ ഈക്വൽ, പ്രൂവ്ഡ്, വെരിഫൈഡ്. 2 മാർക്കാണ്. എന്തിനാണ് 2 മാർക്ക് അല്ലെ? സിമ്പിൾ ചോദ്യം.
സംശയം നിങ്ങൾക്ക് ചോദിക്കണട്ടാ. ഇതൊക്കെ നമ്മൾ ഒരുപാട് 2 ബാച്ചിന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പറഞ്ഞു പോണത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ആസ്ക്. ക്ലിയർ ആണോ? സംശയമില്ലല്ലോ? ഉറപ്പല്ലേ? ഇനി സി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഇന്നലൊക്കെ ചെയ്തതാണ്, മിനാന്നൊക്കെ ചെയ്തു സി അല്ലേ? എന്താ ഫോർമുല? ഇന്നലെയും കൂടെ ഞാൻ പറഞ്ഞു. ന്യൂ ബാച്ചിനെ കുറിച്ച് ഇന്നലെ നമ്മൾ പഠിച്ച സംഭവമാണ്. n of x ഇന്റർസെക്ഷൻ y ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയുന്ന ഫോർമുല എന്തായിരുന്നു? n of x യൂണിയൻ y ഈക്വൽ ടു ഫോർമുല ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? n of x plus n of y minus n of x intersection y അല്ലേ? അതിൽ n of x യൂണിയന്റെ വാല്യൂ 38 ആണ് മക്കളെ. n of x 17 ആണ്. n of y 23 ആണ്. മൈനസ് 38 എന്ന് കിട്ടൂലേ? സോറി 38 അല്ല. മൈനസ് n of x ഇന്റർസെക്ഷൻ y അല്ലടോ? ആണോ? 38 സമം 40 മൈനസ് n of x ഇന്റർസെക്ഷൻ y എന്ന് കിട്ടൂലേ? അപ്പൊ ഇവിടുന്ന് n of x ഇന്റർസെക്ഷൻ y എന്ത് കിട്ടും പറയൂ? 40 മൈനസ് 38 ആയിട്ട് മാറും. 2 അല്ലേ? അപ്പൊ n of x ഇന്റർസെക്ഷൻ y എത്രയാണ്? 2 ആണ് അല്ലടോ? 2 മാർക്കാണ് അതിനൊക്കെ. ആ ഫോർമുല അറിയാമെങ്കിൽ ആ ഫോർമുലയിലേക്കട്ട് കൊടുത്താൽ മതി, വേറെ എവിടേക്കും പോകണ്ട. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാറേ ആകെ 2 മാർക്കിനാണോ സാർ എത്ര പറയുന്നതെന്ന്. മക്കളെ ഈ 3 മാർക്ക് എന്ന് വിചാരിക്കും. എക്സാമ്പിൾ 60-ൽ 3 മാർക്ക് എന്ന് പറഞ്ഞാൽ 5%. 5%. ഇപ്പൊ 2 മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം മാത്സ് പേപ്പറിന് 4% കിട്ടി. ഇപ്പൊ 2 മാർക്കിന് 4 ക്വസ്റ്റ്യൻ ഇതേപോലത്തെ കറക്റ്റ് ആക്കിയാൽ എത്രയായി? ടോട്ടലിൽ 16% കിട്ടി. 1 മാർക്ക് 2 മാർക്ക് അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ? 9 ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് യൂണിയന്റെയും ഇന്റർസെക്ഷന്റെയും യൂണിവേഴ്സൽ സെറ്റിന്റെയും പ്രോപ്പർട്ടീസ് എഴുതണമെന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടാ? ആ പ്രോപ്പർട്ടീസ് എഴുതുക, പഠിക്കുക. പ്രത്യേകിച്ച് ഒന്നും ഞാൻ പറയൂല. ബി ഈസ് ദി ആൻസർ. യു ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാല് യൂണിവേഴ്സൽ സെറ്റിലും എ എന്ന് പറയുന്ന അതിന്റെ ഉള്ളിലുള്ള സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന റീജിയൻ എ ആയിരിക്കും. അത് അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അത് വേണമെങ്കിൽ 9ാമത്തെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഹിന്റ് അവിടെ നോട്ട് ചെയ്ത് വെച്ചോ. പ്രോപ്പർട്ടീസ് ഓഫ് യൂണിയൻ ഇന്റർസെക്ഷൻ യൂണിവേഴ്സൽ യൂണിയൻ ഇന്റർസെക്ഷൻ ആൻഡ് കോംപ്ലിമെന്റ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക്. അത് പഠിക്കണം. ഓക്കെ? മനസ്സിലാവുന്നുണ്ടാ കുട്ടികളെ? ക്ലിയർ ആണോ? അതിൽ 10ാമത്തെ ചോദ്യം ഇതേപോലെതാ. യു യൂണിയൻ എ ഈക്വൽ ടു യു. അതും അതേ അവിടെ നിന്ന് പഠിക്കുന്നതാണ്. കണ്ടോ? ഒരു മാർക്കാണ്. യു യൂണിയൻ എ യു ആണ്. യു ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു എ ആണ്. പുതിയ കുട്ടികളുണ്ടെങ്കിൽ ഞാൻ പറയാണ്, ടെക്സ്റ്റ് ബുക്കില് NCERT ടെക്സ്റ്റ് ബുക്കിന്റെ PDF ഫയലൊക്കെ നെറ്റിൽ അവൈലബിൾ ആണ്. മുമ്പ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ടെക്സ്റ്റ് ബുക്കിലെ ഫയല് നിങ്ങൾ ഗൂഗിളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ജസ്റ്റ് NCERT ക്ലാസ് 11 സെറ്റ്സ് PDF ഡൗൺലോഡ് എന്ന് കൊടുത്താൽ മതി, സാധനം കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ഇനി അതില് ബി പാർട്ട് ഞാൻ ചെയ്യുന്നില്ല. കാരണം ബി പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്തു. എങ്ങനെയാണ് എ യൂണിയൻ ബി ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പ്രൂവ് ചെയ്യേണ്ടെന്ന് ഓൾറെഡി നമ്മൾ ചെയ്തു. എ യൂണിയൻ ബി കാണുക, അതിൽ ഡാഷ് എടുക്കുക, എ ഡാഷ് കാണുക, ബി ഡാഷ് എടുക്കുക, ഇന്റർസെക്ഷൻ എടുക്കുക. രണ്ടും സെയിം ആയിരിക്കും അല്ലെ? ഓക്കെ ഫൈൻ. ഇനി എന്താ പറയുന്നത്? സി നമുക്ക് നോക്കാം. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 400 പീപ്പിൾ, 400 ആൾക്കാർ, 250 can speak Hindi, 200 can speak Malayalam. How many people can speak both Hindi and Malayalam എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 400 ആൾക്കാരുടെ. ഇവിടെയും നമുക്ക് രണ്ടും സംസാരിക്കാത്ത ആൾക്കാരുടെ എണ്ണത്തെ കുറിച്ച് പ്രത്യേകിച്ച് മെൻഷനിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം?
നമുക്ക് റെക്ടാംഗിൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 400 ആൾക്കാരിൽ 250 ആൾക്കാർ ഹിന്ദി ചോദ്യം എഴുതണം കേട്ടോ. 250 ആൾക്കാര് ഹിന്ദി സംസാരിക്കും. ചോദ്യം എഴുതിയില്ലെങ്കിൽ പിന്നെ മനസ്സിലാവില്ല. 200 ആൾക്കാർ മലയാളം സംസാരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഹിന്ദിയും കൊടുക്കണം, മലയാളവും കൊടുക്കണം. നമുക്കറിയാം രണ്ടും കൂടെ നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിനെയാണ് നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നത്. ആണോ? അല്ലേടോ? അപ്പൊ എക്സ് എന്താണ്? രണ്ടും കൂടെ സംസാരിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് നമ്മൾ നോർമലി ഫസ്റ്റ് ഫില്ല് ചെയ്യുക. അതിവിടെ തരാത്തത് കൊണ്ട് രണ്ടും കൂടെ സംസാരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എക്സ് ആയിട്ട് എനിക്ക് കൺസിഡർ ചെയ്യാം. ചെയ്തൂടെ? അപ്പൊ ഹിന്ദി എത്ര വരിക? ഇത് എക്സ് ആണെങ്കിൽ മൊത്തം ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരുടെ എണ്ണം 200 ആണെങ്കിൽ ഇത് എക്സും കഴിച്ചാൽ പിന്നെ ഹിന്ദി ഇവിടെ എത്ര വരുള്ളൂ? മൈനസ് എക്സ് അല്ലടോ? 250 അല്ലേ? 250 അല്ലേ? ഓക്കെ ഫൈൻ. 250 മൈനസ് എക്സ്. യെസ്. മലയാളോ? 200 ആണ് മലയാളം. ബാക്കി എത്ര ഉണ്ടാവും? ഇത് മൊത്തം കൂട്ടിയാലും മൊത്തം ആൾക്കാരുടെ എണ്ണം എത്ര കിട്ടണം? 400. അപ്പൊ നിങ്ങൾ കൂട്ടിക്കോളി 250 മൈനസ് എക്സും. മക്കളെ ചോദ്യം എഴുതാൻ മറക്കരുത്. എക്സും 200 മൈനസ് എക്സും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 400 കിട്ടണം. അപ്പൊ ഇവിടുന്ന് എക്സും മൈനസ് എക്സും പോകും. അപ്പൊ 450 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 400 ആയിട്ട് മാറും. എന്താണ് എക്സ്? 50. യെസ്. അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്? എന്താ അത് എഴുതണം. നമ്മൾ എക്സ് ആയിട്ട് എടുത്തത് എന്തിനെയാണ്? ബോത്ത് ഹിന്ദി ആൻഡ് മലയാളത്തിന് പകരമാണ് നമ്മൾ എക്സ് കൊടുത്തത്. അപ്പൊ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ എന്ത് എഴുതണം? നമ്പർ ഓഫ് പീപ്പിൾ ഹു ഇസ് ടോക്ക് ബോത്ത് ഹിന്ദി ആൻഡ് മലയാളം ഇസ് ഈക്വൽ ടു 50 എന്ന് എഴുതി വെക്കണേ. ക്ലിയർ ആണോ? യെസ് സർ. ഡൗട്ട് ഉണ്ടോ? അപ്പോ നോക്ക എഴുതി കഴിഞ്ഞല്ലേ? അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോണത്, ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഓക്കെ? ഇപ്പൊ 2016 മുതൽ നോക്കണം കേട്ടോ. 2016 മുതൽ താഴോട്ട് എന്ന് വെച്ചാൽ 14 വരെ, കുറെ ഒന്നുമില്ല, ഇതുവരെ 16 മുതലുള്ള ബാക്കി ക്വസ്റ്റ്യൻ നമ്പർ വെച്ച് ഞാൻ പറയാം. ക്വസ്റ്റ്യൻ നമ്പർ വെച്ച് ഞാൻ പറയാം. ഇതാ ക്വസ്റ്റ്യൻ നമ്പർ 11 മുതൽ 11, 12, 13, 14 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു. പ്രാക്ടീസ് ചെയ്ത് നോക്കണം. പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ദാറ്റ്സ് അബൌട്ട് റിമൈനിങ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നോർമലി ബോർഡ് എക്സാമിന് വരാറുള്ള ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാകും. ഡയറക്റ്റ് ചോദ്യങ്ങൾ തന്നെയാണ് ഒട്ടുമുക്കാലും. പക്ഷെ കൺസെപ്റ്റ് തിയറി നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോ ഞാൻ ഇന്ന് തൽക്കാലം എൻട്രൻസ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നില്ല. ഇന്ന് ഞാൻ ആകെ ചെയ്തത് സെറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി 4 ക്വസ്റ്റ്യൻസ് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നിങ്ങൾക്ക് ചെയ്യാം. 10ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ മതി. ഇനി നമ്മൾ അടുത്ത മാത്സിന്റെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ എൻട്രൻസ് ഡിസ്കഷനും കൂടെ ഒരു 1 hour അല്ലെങ്കിൽ 1.5 hour ഉപയോഗിച്ചിട്ട് എൻട്രൻസ് ഡിസ്കഷനും കൂടെ നമ്മൾ വേറെ ചെയ്യും. അത് നമുക്ക് വേറെ തന്നെ ചെയ്യാം. അപ്പം പോയിട്ട് പഠിക്കൂലേ? അപ്പൊ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ സെറ്റ് ആയിരിക്കണം. ഒരു ഡൗട്ട് അതിന് ഉണ്ടാവരുത്. ഒരു 1/2 മാർക്ക് പോലും പോവരുത്. ഇനി ഏതെങ്കിലും നമ്മൾ പറയാതെ വിട്ടെന്ന് തോന്നിയ കാര്യങ്ങൾ വരെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് അഡീഷണൽ ആയിട്ട് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സോ നല്ല കുട്ടികളായിട്ട് പഠിക്കണം കേട്ടോ. ക്ലാസ്സിലൊന്നും മിസ് ചെയ്യരുത്. റെക്കോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ക്ലാസ് മിസ് ചെയ്ത് ലൈവ് തന്നെ അറ്റൻഡ് ചെയ്യുക പരമാവധി. എന്തെങ്കിലും അത്യാവശ്യം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാത്രം മക്കളെ എന്ത് ചെയ്താൽ മതി? ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന വേട്ടാ. അപ്പൊ നല്ല പിള്ളേരായിട്ടിരിക്കാം. ഹാവ് എ നൈസ് ഡേ. ഹാവ് എ ഗുഡ് ടൈം. താങ്ക് യു. ബൈ. താങ്ക് യു സർ.